അതാണ് പിന്നീട് നമ്മുടെ കോയിനുകളിലേക്കും നാണയങ്ങളിലേക്കും, അത് കഴിഞ്ഞ് അതിനുശേഷം ഞാനത് കുറെ നേരം വിശദീകരിക്കുന്നില്ല, അതിനുശേഷം നമ്മളെ പിന്നെ ഗോൾഡ് വെച്ചിട്ടുള്ള പേപ്പറുകളിലേക്കും, അതിനുശേഷം കറൻസികളിലേക്കും, കറൻസി തന്നെ ഗോൾഡുമായി ബന്ധപ്പെടുത്തി മാത്രം കറൻസി അച്ചടിക്കാം എന്ന് വരികയും അതിനുശേഷം 1940-കൾക്ക് ശേഷം 70-കളോട് കൂടിയിട്ട് ഈ നാട്ടിൽ ഒരു മാനദണ്ഡങ്ങളും ഇല്ലാതെ അതാത് രാജ്യങ്ങൾക്ക് ഇഷ്ടം പോലെ കറൻസികൾ അച്ചടിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ഒക്കെ സംഭവിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ കാണുന്ന പല രൂപകൾക്കും, അല്ലെങ്കിൽ രൂപയായാലും ഡോളർ ആയാലും ദീനാറായാലും ദിർഹമായാലും, ഇതൊക്കെ ഒരു സെൻട്രലൈസ്ഡ് ആണ്. ആ രാജ്യം ഭരിക്കുന്ന പാർട്ടികൾ അല്ലെങ്കിൽ ഭരണാധികാരികളുടെ കയ്യിൽ ഒരു കൈപ്പിഴ സംഭവിച്ചാൽ ആ രാജ്യം തകർന്നു പോകും. ഇപ്പൊ നിങ്ങൾക്ക് അറിയോ, വെനിസ്വേല എന്ന് പറഞ്ഞിട്ട് ഒരു രാജ്യമുണ്ട് ലോകത്ത്, സിംബാബ്വെ എന്ന് പറഞ്ഞ ഒരു രാജ്യമുണ്ട്, അവിടെയൊക്കെ കറൻസി ഉണ്ട്. അവിടെ ഒരു ചായ കുടിക്കണമെങ്കിൽ, വെനിസ്വേലയിൽ ഒരു ചായ കുടിക്കണമെങ്കിൽ ഒരു ചാക്ക് കാശിട്ട് പോകണം. അവിടുത്തെ കറൻസി ഒരു ചാക്ക് കൊണ്ടുപോകണം. കാരണം എന്താ, ഒരു നിയന്ത്രണവുമില്ല. കറൻസി അച്ചടിച്ചതിന്റെ കാരണം കൊണ്ട് ആ നാട്ടിൽ പണപ്പെരുപ്പം വന്ന് ആ നാട്ടിൽ പണത്തിന് വിലയില്ലാതെയായി. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന കാശിന് നാളെ ഒരു വിലയില്ലാതായി വന്നു കഴിഞ്ഞാൽ എനിക്കും നിങ്ങൾക്കും എങ്ങനെ ജീവിക്കാൻ പറ്റും? നിങ്ങൾ ആലോചിക്കൂ. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു പൈസ, ഈ പൈസ നാളെ നമ്മുടെ ഒരു ഗവൺമെന്റിൽ, നാളെ അധികാരത്തിൽ വരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി നാളെ പറയുകയാണ് റിസർവ് ബാങ്കിനോട് ഇഷ്ടം പോലെ നോട്ടം കണ്ട് അച്ചടിച്ചോളാൻ വേണ്ടി പറയുകയാണ്. ഒരു നമ്മൾ ഉണ്ടാവും റിസർവ് ബാങ്ക് പൈസ അച്ചടിക്കുന്നത് അതിനനുസരിച്ച് പിന്നെ നമ്മൾ പണ്ട് പിന്നെ മാറ്റി വെച്ചിട്ടാണ് നമ്മൾ പണം അടിക്കുന്നത്. അങ്ങനെയൊന്നും അല്ല. 1940-കളിൽ വേൾഡ് വാർ വന്നതോടു കൂടിയിട്ട് ആളുകൾക്ക് പൈസയുടെ ആവശ്യം വന്നപ്പോൾ തന്നെ എല്ലാവർക്കും ഇത് അച്ചടിക്കാനുള്ള അവകാശം കൊടുക്കുകയും 70-കളോട് കൂടിയിട്ട് ഒരു മാനദണ്ഡങ്ങളും ഇല്ലാതെ അതാത് രാജ്യം ഭരിക്കുന്ന പാർട്ടികൾക്ക്, ഭരണാധികാരികൾക്ക് ഇഷ്ടം പോലെ അച്ചടിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ന് ലോകത്തുണ്ട്. റിസർവ് ബാങ്കിന്റെ അടുത്ത് റിസർവ് ബാങ്കും ഇന്ത്യ ഗവൺമെന്റും കൂടി അച്ചടിച്ചിറക്കാൻ പറ്റും. നിങ്ങൾക്ക് അറിയില്ലേ, ഒരൊറ്റ ദിവസം ഒരൊറ്റ രാത്രി കൊണ്ട് നമ്മുടെ നാട്ടിൽ പറഞ്ഞു ഇതാ നാളെ നോട്ട് നിരോധിക്കുകയാണ്. ഞാൻ അതിന്റെ രാഷ്ട്രീയത്തിലേക്ക് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ക്ലിയർ ആണ്. ഹലോ, ചില സമയങ്ങളിൽ ബ്രേക്കിംഗ് ഉള്ളൂ. ക്ലിയർ ആണ്, കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ, ശരി. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, അത് ഒരൊറ്റ രാത്രി ഒരു ഭരണാധികാരി തീരുമാനിച്ചപ്പോ നമ്മളൊക്കെ നടുറോട്ടിലായോ, ബാങ്കുകളുടെ മുമ്പിൽ ക്യൂ നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നോ? ഞാൻ പറഞ്ഞത് അതിന്റെ തെറ്റും ശരിയിലേക്കൊന്നും ഞാനിപ്പോ പോകുന്നില്ല. അതിന്റെ തെറ്റും ശരിയൊക്കെ വേറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഇങ്ങനെ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ വരുമ്പോ അതിന് അപാകതകളുണ്ട്. നമ്മുടെ നാടിങ്ങനെ പുരോഗമിക്കല്ലേ, നമ്മൾ ബാർട്ടർ സിസ്റ്റത്തിൽ നിന്നും ഇവിടെ എത്തിയില്ലേ. അപ്പൊ ഇനി ഈ നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഒരു ഡീസെൻട്രലൈസ് ചെയ്തിട്ടുള്ള, ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത, എന്നാൽ മാർക്കറ്റിനനുസരിച്ച് ഇതിന്റെ വില കൂടുകയും കുറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ കറൻസി, അല്ലെങ്കിൽ നമ്മൾ വിനിമയം ചെയ്യുന്ന, അത് ഡിജിറ്റൽ കറൻസി എന്ന് പറയാലും അല്ലെങ്കിൽ മറ്റു കറൻസി എന്ന് പറഞ്ഞാലും നമ്മുടെ വിനിമയം ചെയ്യുന്ന ഒരു സാധനം അത് എത്തിപ്പെടേണ്ട ഒരു ആവശ്യകത കാലഘട്ടത്തിന്റെ ആവശ്യകതയാണ്. അതുകൊണ്ടാണ് ഇന്ന് ക്രിപ്റ്റോ കറൻസി ഇനി വരാൻ പോകുന്ന കാലത്തിന്റെ ഒരു ടെക്നോളജി ആണെന്ന് നമ്മൾ ഇത്രയും ആത്മാർത്ഥതയോടുകൂടി അല്ലെങ്കിൽ ഇത്രയും കോൺഫിഡൻസോടുകൂടി നമ്മൾ ഇത് പറയാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ ഇന്നലത്തെ സൂം മീറ്റിങ്ങിലൊക്കെ കയറിയ ആളുകൾക്ക് അറിയാൻ വേണ്ടി കഴിയും, വളരെ പ്രീ പ്ലാൻഡ് ആയിട്ടാണ് നമ്മുടെ കമ്പനി ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കമ്പനിയെ സംബന്ധിച്ച് കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, കേവലം നെറ്റ്വർക്കിന്റെ കുറെ ലീഡേഴ്സ് ഉണ്ട്. ഇപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ, ഇപ്പൊ നെറ്റ്വർക്കിന്റെ ലീഡേഴ്സ് പ്രത്യേകത എന്താ, കയറിയ തകർക്കും. അവർക്ക് പിന്നെ വേറൊന്നും നോക്കാനില്ല. കാരണം അവർക്ക് ആകെ അറിയുന്നൊരു അത് നമ്മുടെ സാറിനോട്, കാരണം ഒരു മനുഷ്യൻ അദ്ദേഹം സംസാരിക്കുന്നത് 5 മിനിറ്റോ 6 മിനിറ്റോ ആണ് ആകെ അദ്ദേഹം സംസാരിച്ചു. ഒരുപക്ഷെ ഇന്നുള്ളിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ വളരെ കുറച്ച് സംസാരിച്ചു. 2-3 വാക്ക് മിസ്സിംഗ് ആയിട്ടുണ്ട്, നെറ്റ്വർക്കില്ലായിരുന്നു. കഴിയുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ കമ്പനി അത് ഹലോ കുറച്ച് ബ്രേക്ക് ആയിട്ടുണ്ട്, വോയിസ് ക്ലിയർ ആയിരുന്നില്ല. ഓക്കെ എവിടം വരെ കേട്ടത്? സിയോനെ പറ്റി പറയുമ്പോ. ഓക്കെ, നമ്മുടെ സിയോനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞത് ഇപ്പൊ കേൾക്കാലോ അല്ലെ? ഓക്കെ അല്ലേ? ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണ്. നമ്മുടെ സിയോനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞത്, അദ്ദേഹം സംസാരത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരാളല്ല, പ്രവൃത്തിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ്. ഇദ്ദേഹം ഇന്നലെ ഒരു അപ്ഡേഷന് വേണ്ടി വന്നപ്പോൾ ആകെ സംസാരിച്ചത് 5 മിനിറ്റ്. വളരെ കുറച്ച് വാക്കുകൾ കൊണ്ട് മാത്രം സംസാരിച്ച ഓരോ വാക്കുകളും എന്തായിരുന്നു? നമ്മുടെ കമ്പനിയുടെ അപ്ഡേഷനെ കുറിച്ചാണ് സംസാരിച്ചത്. എന്താണ്, നമ്മളിപ്പോ സെക്കൻഡ് ഫേസിലേക്ക് എത്തി, ഇനി അടുത്ത ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമായിട്ട് അദ്ദേഹം പറഞ്ഞത്, ഇനി നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാനും അതുപോലെ തന്നെ മൂവി ടിക്കറ്റ് ബുക്ക് ചെയ്യാനും
ചെയ്യാനും ഹോട്ടലുകൾ ബുക്ക് ചെയ്യാനും ഒക്കെ നമ്മുടെ കോയിൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തരത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ അത്രത്തോളം വളർച്ച നേടിയിട്ടുള്ള, കേവലം ചുരുങ്ങിയ സമയം കൊണ്ട് വലിയ തരത്തിൽ വളർച്ച നേടിയിട്ടുള്ള ഒരു കമ്പനിയുടെ ഭാഗമാകാൻ നമുക്കൊക്കെ ഇപ്പൊ കഴിഞ്ഞത് നമ്മളെ സംബന്ധിച്ച് നമ്മൾ വലിയ ഒരു ഭാഗ്യവാന്മാരാണെന്ന് മാത്രമാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഈ ബിസിനസ്സിലേക്ക് വന്നിട്ടുണ്ടാകും, പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഇതിൽ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടാകും. പക്ഷേ നമ്മളൊക്കെ മുമ്പ് പണ്ടെവിടെയോ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള എനർജി ഉണ്ട്, നമ്മൾ പണ്ടെവിടെയൊക്കെയോ ചെയ്തു വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. നെട്ടോട്ടം ഓടിയ ആളുകൾ, കുറെ ആളുകൾ ഇതിലുണ്ടാകും. ഫേക്കായ കമ്പനി ആയിട്ട് പോലും നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച പല ആളുകളും ഉണ്ടാകും. ചിലപ്പോ ഇപ്പൊ ഇതിലായിരിക്കുന്ന ലീഡേഴ്സിനൊക്കെ എനിക്ക് കാണുമ്പോൾ, പല ആളുകളും കാണുമ്പോൾ അവരൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള മനുഷ്യന്മാര്, അവരൊക്കെ ഇത്രയും ഉയരത്തിലെത്തിയത് ഒറ്റ കാര്യം ഉള്ളൂ, ഈ ഒരു ബിസിനസിന്റെ പവറാണ്, ഈ ഒരു പ്രൊജക്ടിന്റെ പവർ കൊണ്ട് മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് ഇതിൽ പ്രസന്റേഷൻ സ്കിൽ ഇല്ലാത്ത ആളുകൾക്കും, ഇതിൽ കാണാൻ സൗന്ദര്യം ഇല്ലാത്ത ആളുകൾക്കും, വലിയ വലിയ ലീഡേഴ്സ് ആയിട്ട് മാറിയിട്ടില്ലാത്ത ആളുകൾക്കും, ഇന്നലെ ഈ ബിസിനസ്സിൽ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് വരെ ഈ ബിസിനസ്സിൽ തിളങ്ങാനുള്ള അവസരമുണ്ട്. എല്ലാവർക്കും ഒരുപോലെ, നമ്മുടെ സിഒ സാറിന്റെ വാക്കുകൾ കടമെടുത്തു കഴിഞ്ഞാൽ ഏതൊരു സാധാരണക്കാരനും അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ബിസിനസ് പ്ലാൻ ആണ് നമ്മുടെ കമ്പനി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഈ പ്രൊജക്ട് ഏറ്റെടുത്ത് വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോവുക. അതിന് എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. നമ്മുടെ ഗ്രേറ്റ് ലീഡർ ഷെയ്ർ സാറ് കുറച്ച് സമയം കൊണ്ടുള്ളൊരു പെരുമഴ തീർത്തില്ലേ. എന്തൊക്കെ കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചെന്ന് മനസ്സിലായി. നിങ്ങൾ ഒരു BTCന്റെ ഉത്ഭവം മുതൽ ഇപ്പൊ നമ്മുടെ അപ്പെക്സ് റവല്യൂഷൻ വരെ നമ്മുടെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ബാർട്ടർ സമ്പ്രദായം കൊണ്ടുവന്നു. അതിലൂടെ കറൻസി എങ്ങനെ കൊണ്ടുവന്നു, ഫീഡ് കറൻസി കൊണ്ടുവന്നു, ഗോൾഡ് കറൻസി അല്ലെങ്കിൽ ഗോൾഡ് പിന്നെ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവന്നു. എല്ലാം വളരെ വ്യക്തതയോടുകൂടി സമയത്തിന് വളരെയധികം പ്രാധാന്യം ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം വളരെ സ്പീഡായിട്ട് കൊണ്ടുപോയിട്ട് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നു. അപ്പെക്സ് റവല്യൂഷൻ ആണ് നടക്കുന്നത് എന്നുള്ളത് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കി തന്നു അല്ലേ. അപ്പെക്സ് റവല്യൂഷൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവുന്നുണ്ട്? നമ്മളെല്ലാവരും ഈ ബിസിനസ്സിലേക്ക് ഇപ്പൊ ഇന്നലെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ സെക്കൻഡുകൾക്കുള്ളിലാണ്, എനിക്ക് ആ ലിങ്കിൽ ജോയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ സിഒ സാറിന്റെ പിക്ചറുമായിട്ട് ഒരു സ്ലൈഡ് വന്നപ്പോൾ വിത്തിൻ സെക്കൻഡുകൾക്കുള്ളിൽ അത് 1000 നിറഞ്ഞു കവിഞ്ഞു, ബാക്കിയുള്ളവർ പുറത്തായി എന്നാണ്. കാരണം അതാണ് ഒരു റവല്യൂഷന്റെ ഭാഗമാകുക എന്ന് പറയുന്നത് അല്ലേ. നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ സിഒ സാറിന്റെ ഒരു നിഷ്കളങ്കമായ ഫേസോട് കൂടിയിട്ടുള്ള ഒരു സ്ലൈഡ് നമ്മൾ എല്ലാ ഗ്രൂപ്പുകളിലും കൊടുത്തു. എല്ലാ ഗ്രൂപ്പുകളിലും ഇന്ന് 9 മണിക്ക് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. മീറ്റിംഗ് വന്നപ്പോൾ മീറ്റിംഗ് ജോയിൻ ചെയ്ത് എത്ര പേർക്ക് അത് മിസ്സായി പോയി? എനിക്ക് മിസ്സായി. അങ്ങനെ എത്ര പേർക്ക് മിസ്സായി പോയി? ഒരുപാട് പേർക്ക് മിസ്സായി പോയി. എന്തുകൊണ്ടാണ്? ഇത് റവല്യൂഷനാണ് നടക്കുന്നത്. ഈ റവല്യൂഷന്റെ ഭാഗമായിട്ടാണ് നമ്മൾ എല്ലാവരും ജോയിൻ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഷെയ്ർ സാർ പറഞ്ഞ പോലെ ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ നിങ്ങൾ ഈ റവല്യൂഷന്റെ ഭാഗമാണ്. അപ്പൊ ഞാൻ പറയുന്നത് നിർഭാഗ്യം എന്നല്ല, ഭാഗ്യവശാൽ. നിങ്ങൾക്കെല്ലാവർക്കും ഒരു ദൈവം ഒരു ഭാഗ്യവശാലാണ് നമ്മുടെ അപ്പെക്സ് എന്ന് പറയുന്ന ഈ ക്രിപ്റ്റോ വേൾഡിലേക്ക് അല്ലെങ്കിൽ അപ്പെക്സ് റവല്യൂഷനിലേക്ക് ഭാഗമായിട്ടുള്ളത്. അത് മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. ഇവിടെ ഷെയ്ർ സാർ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഏത് കാലഘട്ടത്തിലാണ് നമ്മുടെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്, ടെക്നോളജി യുഗത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എങ്ങനെ അതിനെ ബെനിഫിറ്റ് ആക്കിയെടുക്കാം എന്നുള്ള തോട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. നമ്മൾ വെറുതെ അത് ഇപ്പൊ പറഞ്ഞ പോലെ ഏതൊരു പ്രൊജക്ട് വന്നു കഴിഞ്ഞാലും അതിനെ എതിർക്കാനും മലയാളിയാണ് മുമ്പിൽ അല്ലേ. ഏതൊരു പ്രൊജക്ട് വന്നാലും എതിർക്കാൻ മലയാളി മുമ്പിലുണ്ടാവും. ഷെയ്ർ സാർ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ആ എതിർത്ത ആളുകൾ എന്നായിരിക്കും ആ പ്രൊജക്ടിന്റെ മേലാളന്മാരും ആവുക. കാരണം ആ എതിർത്ത വ്യക്തിയുണ്ടോ, ആ വ്യക്തിയിൽ മനസ്സിലാക്കാൻ ഒരു തീപ്പൊരി ഉണ്ടായിരിക്കാം. ആ വ്യക്തിയായിരിക്കാം കുറച്ചു കഴിഞ്ഞാൽ ഈ പ്രൊജക്ട് ഏറ്റെടുത്ത് ഈ പ്രൊജക്ടിന്റെ ഏറ്റവും ടോപ്പിലെത്തലും മലയാളി തന്നെ ആയിരിക്കാം. അത് സ്വാഭാവികമാണ്, അത് വളരെ സ്വാഭാവികമാണ്. കാരണം അതെല്ലായിടത്തും ഉള്ള സംഭവം തന്നെയാണ്. നമുക്ക് എതിർക്കാൻ ഇഷ്ടം പോലെ ഉണ്ടാവും. നമ്മളൊരു പ്ലാൻ പ്രസന്റ് ചെയ്യാൻ പോവാണ്, ഒരാളുടെ മുന്നിൽ പോയാൽ നമുക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ എങ്ങനെ ഡിബേറ്റ് ചെയ്യാന്നായിരിക്കും അയാൾ ആലോചിക്കുക. ഞാൻ ഒരു പ്ലാൻ അങ്ങോട്ട് അവതരിപ്പിക്കുമ്പോൾ എങ്ങനെ ഇതിൽ ഡിബേറ്റ് ചെയ്യും, എങ്ങനെ ഇതിലേക്ക് ഒരു 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 ഇത് കൊടുക്കാൻ പറ്റും എന്ന് പറയുമ്പോൾ അത് ആലോചിച്ചുകൊണ്ടിരിക്കും. നമ്മളൊരു പ്ലാൻ ആയിരിക്കും കൊടുക്കുക, പക്ഷെ മനസ്സിന്റെ ഉള്ളിൽ നമ്മളെ എതിർക്കാനുള്ള ഒരു ടെൻഡൻസിയാണ് അയാൾക്ക് ഉണ്ടാവുക. അവിടെ അത് കിട്ടൂലല്ലോ, ഇവിടെ ഇത് കിട്ടൂലല്ലോ, ഇത് ഇങ്ങനെ അല്ലല്ലോ, അതെങ്ങനെ അല്ലല്ലോ, ഓരോ ചോദ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിനൊക്കെ മറികടന്നിട്ടായിരിക്കാം നമ്മൾ ഈ പ്ലാൻ അവതരിപ്പിക്കുക. ആ പ്ലാൻ അവതരിപ്പിച്ച് അത് ക്ലോസിങ്ങിലേക്ക് എത്തുമ്പോഴാണ് നമ്മുടെ സക്സസ്, നമ്മുടെ സെയിൽസ് സക്സസ്. ആ സെയിൽസ് സക്സസ് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ, നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടോ, നിങ്ങൾ വിജയിച്ചിരിക്കും. അതാണ്.
അപ്പൊ അവിടെ നമ്മൾ വാചാലനാവണമെന്നല്ല, നമ്മൾ നമ്മുടെ പ്രൊജക്റ്റിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ പ്രൊജക്റ്റ് എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് ഇരിക്കുന്ന ആളുടെ മുമ്പിൽ പറഞ്ഞു കൊടുക്കുക. നമ്മൾ ഏതിലാണ്, സ്വാഭാവികമായിട്ട് നിങ്ങളൊരു പ്രൊജക്റ്റ് ആയിട്ട് പോകുമ്പം അറിയുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളോട് ചോദിക്കുന്നത് ക്രിപ്റ്റോ ആണോ, എവിടെ ലിസ്റ്റ് ആയിട്ടുള്ളത്, ഏത് ബ്ലോക്ക് ചെയിനിലാണ്, ഏതൊക്കെ ബ്ലോക്ക് ചെയിനിലൂടെ ഇതുണ്ട്, ടോക്കൺ ആണോ, ഏത് ബ്ലോക്ക് ചെയിനിലാണെന്ന് ചോദിക്കും. നിങ്ങൾക്ക് ഓൺ ബ്ലോക്ക് ചെയിൻ ഉണ്ടോ, നിങ്ങൾ കോയിൻ ആണോ, ഇങ്ങനെയൊക്കെ ഓരോ ചോദ്യങ്ങൾ കറക്റ്റായിട്ട് ചോദിക്കും. കാരണം നിങ്ങൾ ഓൺ ബ്ലോക്ക് ചെയിൻ ആണോ, നിങ്ങൾ കോയിൻ അല്ലല്ലോ, ടോക്കൺ അല്ലേ. അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കും. നിങ്ങൾ ട്രേഡിംഗ് നടക്കുന്നുണ്ടോ, ഇപ്പോഴത്തെ റേറ്റ് എത്രയാണ്, നിങ്ങൾ ലിസ്റ്റ് ചെയ്യുമ്പോൾ പ്രൈസ് എത്രയാണ്, ഇതൊക്കെ ആയിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക. അല്ലെങ്കിൽ പറയുന്നത് ഇതെല്ലാം തട്ടിപ്പാണ്, ഇതെല്ലാം തട്ടിപ്പാണ്, ഇത് ഇപ്പൊ കുറച്ച് കഴിഞ്ഞാൽ മുങ്ങിപ്പോവും, കുറച്ച് കഴിഞ്ഞാൽ മുങ്ങിപ്പോവും, കുറച്ച് കഴിഞ്ഞാൽ മുങ്ങിപ്പോവും. ഈ ഒരു വാക്ക് നമുക്ക് എവിടെ നിന്നും കേൾക്കാൻ കഴിയും. നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തോ, നമ്മൾ കുറച്ച് കഴിയുമ്പോൾ കേൾക്കും, കുറച്ച് കഴിയുന്ന ആ സമയത്തിന് ഇത് മുങ്ങിപ്പോവില്ലേ, ഇതൊന്നും വിശ്വസിക്കരുത് കേട്ടോന്ന്. ഇപ്പൊ എനിക്ക് അനുഭവം ഉള്ളതാണ്. കാരണം എന്നോട് ഇപ്പൊ ഇന്ന് ഒരാൾ പറയാണ്, സാറേ ഞാൻ ഓക്കെ കേട്ടോ, പിന്നെ അയാൾ വിളിച്ചാണ്ടാവില്ല, ഫോൺ എടുക്കൂല, അല്ലെങ്കിൽ ഒന്നും ചെയ്യില്ല. ഞാൻ ഒന്നോ രണ്ടോ പ്രാവശ്യം ഫോളോ അപ്പ് ചെയ്യും, മൂന്നാമത്തെ പ്രാവശ്യം നജാഫ് ഫോളോ അപ്പ് ചെയ്യില്ല. കാരണം എന്താ വെച്ചാൽ അയാൾക്ക് താല്പര്യമില്ല, പിന്നെ എന്തിനാ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നത്, അയാളെ രക്ഷപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. നമുക്ക് നമ്മൾ ബിസിനസ് ചെയ്യാൻ വന്നതാണ്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വന്നതാണ്, നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ വന്നതാണ്. നമ്മുടെ മനസ്സിനുള്ളൊരു തോട്ട് ഉണ്ടെങ്കിൽ, നമ്മളെ ചിന്ത ഉണ്ടെങ്കിൽ അത് നമ്മൾ സക്സസ് ആക്കണം. അല്ലാതെ ഞാൻ പിന്നാലെ നടന്നിട്ട് സാറേ ചേര് സാറേ, സാറേ ചേര് സാറേ, സാറേ ചേര് സാറേ, എന്തിന്? അവർക്ക് സക്സസ് ആവണം, അവരെ ബിസിനസ് വേണമെന്നുണ്ടെങ്കിൽ അവർ ചെയ്യും. നമ്മൾ പ്രൊജക്റ്റ് അവതരിപ്പിച്ചു കൊടുത്താൽ മതി. പ്രൊജക്റ്റ് അവതരിപ്പിച്ച് അവർ പഠിച്ച് തയ്യാറാണെങ്കിൽ ഓക്കെ, അവർ ഏറ്റെടുത്തുകൊണ്ട് വിജയിപ്പിച്ചോളും. അല്ലാതെ നമ്മൾ വെറുതെ പറഞ്ഞ് അതിന്റെ പിന്നാലെ നടക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പ്രൊജക്റ്റ് അവതരിപ്പിച്ചു കൊടുക്കാം. എന്നതിന് ശേഷം നമ്മുടെ കൂടെ അവർ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരിക്കാം. ആ സംശയങ്ങളൊക്കെ വളരെ ഗൗരവത്തോട് ഒരു ലീഡർഷിപ്പ് എന്ന ക്വാളിറ്റിയോടുകൂടി നമ്മൾ എന്ത് ചെയ്യുക, അവരെ പരിഹരിച്ചു കൊണ്ടുപോകാം. അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക. ഇപ്പം നമ്മളെ ടീമിൽ ഇപ്പോൾ ജോൺ തോമസ് സാറ് നമ്മുടെ ടീമിലാണെന്ന് വിചാരിക്കുക. ജോൺ തോമസ് സാറ് നമ്മുടെ എന്നും മീറ്റിങ്ങിനാണെന്ന് കേട്ടോ. ആ പേര് നല്ല വ്യക്തമായിട്ട് അയാളുടെ ഫേസ് വരെ എനിക്കറിയാം, മൈൻഡിൽ സെറ്റാണ്. അപ്പോൾ നമുക്ക് ആ പരിഹാരങ്ങൾ, കാരണം അദ്ദേഹത്തിന് ഒരുപാട് ഡൗട്ട്സുകളോ കാര്യങ്ങളോ ഉണ്ടാവും. ചിലപ്പം അദ്ദേഹത്തിന്റെ അണ്ടറിൽ വരുന്നത്, അദ്ദേഹത്തിന്റെ കണക്ഷൻസിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അതൊക്കെ നമ്മൾ പരിഹരിച്ച് വളരെ വ്യക്തതയോടുകൂടി കൊണ്ടുപോകുമ്പോൾ അവർ തന്നെ ഹാപ്പി ആയിരിക്കും. അവരുടെ ടീം ബിൽഡപ്പ് ആവും, അവരിൽ ഇൻവെസ്റ്റേഴ്സ് വരും, അവരിൽ ഒരു ഹാപ്പിനെസ് വരും. അവരെന്ത് ചെയ്യും, ഈ നമ്മുടെ കൂടെ നിന്ന് പറക്കാൻ തുടങ്ങും, അവരെന്നെ ഹാപ്പിയിലേക്ക് വരും. അപ്പോൾ നെറ്റ്വർക്കിന്റെ ഒരു ആസ്വാദനത്തിലേക്കും നമ്മൾ അപ്പെക്സിന്റെ റവല്യൂഷനും ആസ്വദിച്ചുകൊണ്ടിരിക്കും. നമ്മളെല്ലാവരും അപ്പെക്സ് റവല്യൂഷനിലൂടെ നമ്മൾ സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നല്ല, സാമ്പത്തിക സ്വാതന്ത്ര്യത്തെ അപ്പുറത്തിന് ഒരു വാക്കുണ്ടെങ്കിൽ അത് ഉച്ചരിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ഒരു സംഭവമാണ്. നമുക്ക് ഇപ്പൊ കുറച്ച് സമയം കൊണ്ടിൽ നമുക്ക് നമ്മുടെ ഷെയർ സാർ അവതരിപ്പിച്ച്, ഇനിയും ഷെയർ സാർ നമ്മുടെ കൂടെ ഉണ്ടാവും. ഇനിയും നാളെയും മറ്റന്നാളൊക്കെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ടോപ്പിക്കിലൂടെ നമ്മളിലേക്ക് വരും. ഈ പ്ലാൻ പ്രസന്റേഷനും എല്ലാ കാര്യങ്ങളായിട്ട് നമ്മളിലേക്ക് ഉണ്ടാവും. ഓക്കെ, ഇനി നമുക്കൊരു ചെറിയൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ഇനി നമ്മുടെ എല്ലാം ഗ്രേറ്റ് ലീഡർ അല്ലേ, നമ്മുടെ ഗ്രേറ്റ് ലീഡറാണ്. നിങ്ങൾക്ക് ഇന്നലെയും മിനിയാന്നൊക്കെ ഒരു പരിചയമുള്ള മുഖം തന്നെയാണ് അദ്ദേഹത്തിന്റെ ടീം കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെ അദ്ദേഹത്തിന്റെ കഠിനാധ്വാനം കൊണ്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് മോൾഡ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. എല്ലാവരെയും വളരെ പക്വതയോടുകൂടി കൊണ്ടുപോകുന്നുണ്ട്. വളരെ തികഞ്ഞ പക്വതയോടുകൂടി നല്ലൊരു ലീഡർഷിപ്പിലേക്ക് വളർന്നു വരുന്ന നമ്മുടെ ജിനു ഫ്രം വടകര, അദ്ദേഹത്തിന്റെ ചെറിയൊരു എക്സ്പീരിയൻസ് നിങ്ങളിലേക്ക് പകരാണ്. കാരണം അപ്പെക്സ് ടോക്കൺ എന്ന ബിസിനസ്സിൽ അദ്ദേഹം വന്നതും, അദ്ദേഹത്തിന് ഈ ബിസിനസ്സിലൂടെ ഉണ്ടായ ഒരു സമാധാനവും സന്തോഷവും, അദ്ദേഹം എങ്ങനെ ഇതിനെ എൻജോയ് ചെയ്യുന്നു എന്നുള്ളതെല്ലാം നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് രണ്ട് വാക്ക് കേൾക്കാം. എക്സ്പീരിയൻസ് ഷെയറിനായിട്ട് നമ്മുടെ ജിനു സാറിനെ ആർദ്രമായിട്ട് നിങ്ങളെല്ലാവരുടെ അനുവാദത്തോടും സന്തോഷത്തോടും കൂടിയും അദ്ദേഹത്തെ ഞാൻ സ്ക്രീനിലേക്ക് ക്ഷണിക്കുകയാണ്. പ്ലീസ് വെൽക്കം ടു ദ സ്ക്രീൻ ജിനു സാർ ഫ്രം വടകര. ഹായ്, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. രജോ സാറെ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആണ്, കണ്ടിന്യൂ ചെയ്തോളൂ. എൻ്റെ കുറച്ച് വാക്കുകൾ, ഞാൻ എൻ്റെ അനുഭവങ്ങൾ നമ്മുടെ അപ്പെക്സിൽ വന്നപ്പോഴും അപ്പെക്സിൽ വരാനുണ്ടായ സാധ്യതകളും കുറച്ച് ഞാൻ പറയാണ്. ആർക്കും ബോറടിക്കുന്നുണ്ടെങ്കിൽ സഹതാൻ ശ്രമിക്കുക, എന്നാലും എൻ്റെ അനുഭവം പറഞ്ഞേ പറ്റും. ഇത് നാളെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങളാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ അത് മാറ്റാനുള്ള അവസരമാണ്. ആദ്യമായിട്ട് ഞാൻ അതാണ് പറയുന്നത്. ഞാനൊരു പ്രവാസിയാണ്, 32 വർഷമായിട്ട് ഒരു പ്രവാസിയാണ്. നമ്മൾ ഇത്രയും കാലം കൊണ്ട് നമ്മളെ കുടുംബത്തിന്റെ പ്രാരാബ്ദങ്ങളും പ്രശ്നങ്ങളും കൊണ്ട് പ്രവാസം അനുഭവിച്ച് 32 വർഷക്കാലം ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളിലാണ് ഞാൻ എൻ്റെ എല്ലാ
എന്താ പറയുക സമ്പാദ്യങ്ങളും ഞാൻ വേറെ ഒരു കാര്യമായി ചെയ്തുകൊണ്ട് എനിക്ക് നഷ്ടപ്പെടുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇനി എങ്ങോട്ട് എന്ത് ചെയ്യും എന്നുള്ള ഒരു അവസ്ഥ നിൽക്കുന്ന ഒരു സമയമായി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കഴിഞ്ഞ അതായത് ഡിസംബർ 3-ാം തീയതി രാത്രി ഞങ്ങളൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിൽ നജാഫ് സാർ ഉണ്ടായിരുന്നു, അതിൽ പങ്കെടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അയാൾ അന്നാണ് സൗദിയിൽ നിന്ന് വന്ന ദിവസം. അപ്പൊ നജാഫ് സാറ് ആ ഗ്രൂപ്പിൽ നിന്ന് ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നാളെ തൃശ്ശൂരിലേക്ക് ആരെങ്കിലും പോകുന്നുണ്ടോ ചോദിച്ചു. അപ്പൊ നജാഫ് സാർ ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും വരുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എങ്ങനെ പോകും, എവിടെ നിന്ന് കാണും? ഞാൻ വടകരയാണ്, നജാഫ് സാർ അങ്ങ് കോഴിക്കോടാണ്. അങ്ങനെ ഓരോ ആൾക്കാർ ഓരോ ഭാഗത്താ. ഓക്കെ, നമുക്ക് എല്ലാവർക്കും തൃശ്ശൂർ വെച്ച് കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ തൃശ്ശൂരിൽ പോയി. ഞങ്ങൾ പോയ കാര്യം ഞങ്ങൾ പ്രതീക്ഷ പോലെ ഞങ്ങൾക്ക് നിരാശ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ നിരാശകളെ ഞങ്ങൾ തിരിച്ചു വരുന്ന ആ സമയത്ത് അതെന്തായിരുന്നു എന്നുള്ളത് ഏകദേശം ഈ ഗ്രൂപ്പിലുള്ള അല്ലെങ്കിൽ നമ്മൾ ഈ ടീമിൽ ഇരിക്കുന്ന ഏകദേശം വ്യക്തികൾക്ക് അറിയാം. അപ്പൊ ഞങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നജാഫ് സാറിൻ്റെ അടുത്ത് ചില കാര്യങ്ങൾ ഞാൻ സംസാരിച്ചു. നജാഫ് സാറിന്റെ വണ്ടിയിലാണ് ഇങ്ങോട്ട് വന്നത്. അപ്പൊ പല കാര്യങ്ങളും സംസാരിച്ചപ്പോൾ ഇനിയും എങ്ങോട്ട് പോകും, എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്ന ഒരു സമയത്ത് നജാഫ് സാർ പറഞ്ഞു, ജിൽ സാറെ ഇനി വൈകിക്കണ്ട, കാരണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, സാറിന്റെ ഇഷ്ടം പോലെ ചെയ്യാം, ഞാൻ പറഞ്ഞത് മാത്രം എന്ന് പറഞ്ഞു. അപ്പോ അതിന്റെ ഒരു 6 മാസം മുമ്പ് അയാൾ ചിലപ്പോൾ ആ വ്യക്തി ഇതിനകത്ത് ഉണ്ടായിരിക്കാം, എൻ്റെ അടുത്ത് അപെക്സിനെ പറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അതിന്റെ 1.5 വർഷം മുമ്പ് എൻ്റെ അടുത്ത് ഈ അപെക്സ് എന്ന് പറയുന്ന ഈ കമ്പനി എൻ്റെ കയ്യിൽ വന്നിരുന്നു. ആ സമയങ്ങളെല്ലാം ഞാൻ അബോർഡ് ചെയ്ത് പോയതാണ്. പക്ഷെ എന്നെ പിടിക്കാൻ പറ്റിയത് നജാഫ് സാറിനാണ്. നജാഫ് സാറ് എന്നെ പിടിച്ചു കെട്ടിയപ്പോ എന്തായാലും കെട്ടി, പിന്നെ കെട്ട് കഴിച്ച് ഓടുന്നല്ലേ നല്ലത്, എന്തായാലും അല്ലാതെ വേറെ രക്ഷയില്ലല്ലോ. അങ്ങനെ ആ കെട്ട് ഞാൻ പൊട്ടിച്ചു. അവിടുന്ന് ഇറങ്ങി അന്ന് ഞാൻ 9,000 രൂപയുടെ ഒരു ഐഡിയ ആണ് ഞാൻ അടിച്ചത്. അപ്പൊ അങ്ങനെ അന്നിറങ്ങിയ വീട്ടിൽ വന്ന് ആകെപ്പാടെ ഒരു വല്ലാതെ അസ്വസ്ഥത. കാരണം നമുക്കൊരു മനസ്സുകൊണ്ട് അങ്ങ് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്നില്ല. എങ്ങനെ മറ്റുള്ളവരെ ഫേസ് ചെയ്യും, എന്ത് പറയും, ആൾക്കാരോട് എങ്ങനെ നമ്മൾ പറയുക, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു. പക്ഷെ നേരം പുലർച്ചെ തന്നെ ഞാനൊരു ഒരാളെ ചെയ്തു. അപ്പൊ അയാൾ പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു. അപ്പം തന്നെ നജാഫ് സാറിനെ വിളിച്ചു. നജാഫ് സാർ ഒന്ന് വഴി പറയരുത്, വാ നമുക്ക് ഇപ്പൊ ഒരു സ്ഥലത്ത് പോകണം. എന്നോട് ചോദിച്ചു ഇവിടെ പോയെ, എനിക്ക് ഡോക്ടറെ അടുത്ത് പോകണം. ഞാൻ ഡോക്ടറെ അടുത്തെല്ലാം പോവാ, ഡോക്ടറെ അടുത്ത് നമുക്ക് നാളെ പോവാം, നിങ്ങൾ ഇപ്പം വരണം എന്ന് പറഞ്ഞു. നേരെ വടകര എത്താൻ പറഞ്ഞു. വടകര എത്തി. ഞാൻ കാറും കൊണ്ട് അവിടെ പോയി. അവിടെ നിന്ന് ഞങ്ങൾ രണ്ടും കൂടി എവിടുത്തെ പോയി, കാസർഗോഡേക്ക് പോയി. അവിടെ ഞങ്ങൾ പോയി മീറ്റിംഗ് നടത്തി. അവിടെയുള്ള 2 പേര്, ആ ഫാമിലിയെ ഞങ്ങൾ എന്ത് ചെയ്തു, ഐഡിയ അടിപ്പിച്ചു. ശരിക്കും പറഞ്ഞാൽ അതൊരു തുടക്കമായിരുന്നു. പക്ഷെ ആ തുടക്കം ഇത്രത്തോളം നന്നാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ വ്യക്തികൾ 2 പേരുടെ അവരോട് ഞാൻ ആദ്യം എന്ത് തന്നെയായിരുന്നാലും അവരോട് വളരെ നന്ദി പറയുന്നു. കാരണം വെച്ചാല് അവരുടെ എന്നെ അവിടെ ചെല്ലും പറഞ്ഞപ്പോ തന്നെ എന്നെ സ്വീകരിച്ച അവരോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. അവരെന്റെ കൂടെ പാർട്ടിസിപ്പേറ്റ് ആവുകയും അതോടൊപ്പം അതിനുശേഷം എനിക്ക് പിന്നെ ആരോട് പറഞ്ഞപ്പോഴും എനിക്ക് ആ വ്യക്തികൾ എന്നിലേക്ക് വന്ന് ചേരുന്നുണ്ട്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാല് നാട്ടിൽ ആരോടും പറയാനുള്ള ഒരു അവസരം അല്ല ഇപ്പോൾ എനിക്ക് അങ്ങനെ പറയാൻ പറ്റൂല. കാരണം അതും എനിക്ക് തുറന്നു പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എങ്ങനെയാ എന്ത് ചെയ്യും, എനിക്ക് ആരെയും കിട്ടുമോ എന്നൊക്കെ ഒരു തോന്നലായിരുന്നു. പക്ഷെ ഇപ്പം ചുരുക്കം പറയാം, ഡിസംബർ 4-ാം തീയതി 7:35 എൻ്റെ ഐഡിയ അടിച്ചത്. പക്ഷെ ഞാൻ ഇപ്പൊ ഇരിക്കുന്ന ഈ സമയമാകുമ്പോഴത്തേക്ക് ഞാൻ ഇട്ട സംഖ്യയും അതോടൊപ്പം എൻ്റെ കൂടെ വന്ന പാർട്ടിസിപ്പേറ്റ് എനിക്ക് വേണ്ടി അവർക്ക് വേണ്ടി പ്രവർത്തിച്ചെങ്കിലും എനിക്ക് കിട്ടിയ സംഖ്യ ഏകദേശം 2.5 ലക്ഷം രൂപയായി. മാസം പറഞ്ഞല്ലോ ഡിസംബർ 4-ാം തീയതി. എത്ര ദിവസമായിരുന്നു നിങ്ങൾ എണ്ണിക്കോ? ഇത് നിങ്ങൾക്ക് സാധിക്കും, തീർച്ചയായിട്ടും സാധിക്കും. കാരണം ഞാനത് വല്ലാണ്ട് വിഷമിച്ചിരുന്ന ഒരു വ്യക്തിയാ, ആരോടും പറയാ ഇത് പറ്റില്ല എന്ന് വിചാരിച്ച വ്യക്തിയാ. പക്ഷേ സാധിച്ചു. ഇപ്പൊ ശ്രീലങ്ക ട്രിപ്പിന് എനിക്ക് അച്ചീവറായി, ഇപ്പൊ ഗോവ ട്രിപ്പിന് ഞാൻ അച്ചീവറായി. ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ ഇത്രയും കാശും എനിക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം പൈസ ഞാൻ തന്നെ ഇട്ടതല്ല, ഇത് പല രീതിയിൽ എൻ്റെ കൂടെ വന്ന വ്യക്തികൾ എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. അപ്പൊ എന്ത് തന്നെയായിരുന്നാലും എൻ്റെ ടീം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ ഏത് സമയം അവർ വിളിച്ചാലും ഞാൻ വിളിപ്പുറത്തുണ്ട്. പക്ഷെ 1.5 മാസം കൊണ്ട് എനിക്ക് 100 നാവുണ്ടായി. കാരണം ക്രിപ്റ്റോ എന്ന് പറയുന്ന ഈ സംഭവം എൻ്റെ ജീവിതത്തിൽ ഞാൻ അറിയാത്തൊരു സാധനം. ഈ സബ്ജക്ട് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്തോന്നറിയില്ല, ഒരാഴ്ച കൊണ്ട് എനിക്ക് നാവ് പൊങ്ങി. കുറെ കാര്യങ്ങൾ ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തു. എപ്പോഴും പറയില്ലേ തേങ്ങ കച്ചവടത്തിന്റെ കഥയൊക്കെ പറയാറില്ലേ നജാഫ് സാറ്, ഇതൊക്കെ ഞാൻ എന്ത് ചെയ്യും, ചില കാര്യങ്ങളെല്ലാം ഓരോ ആൾക്കാരെ സംസാരിക്കുന്ന സമയത്ത് ഞാൻ അവരോട് പറയുന്ന കാര്യങ്ങളാണ്. പക്ഷെ അത് അവർക്ക് കേച്ച് ചെയ്യുന്നു ആ കാര്യങ്ങളൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ അവർ അന്നേരം തന്നെ എന്താ ജിരു സാറെ ഒരു 9,000 4,500 കഥ ഞാൻ അങ്ങനെ പറയാറില്ല, പറയേണ്ട വന്നിട്ടില്ല.
പക്ഷെ എൻ്റെ കൂടെ ജോയിൻ ചെയ്ത എല്ലാ വ്യക്തികളും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ നിന്ന് എല്ലാവരും അപ്ഡേറ്റ് ചെയ്ത് പോയിട്ടുണ്ട് മേലോട്ട്. 9,000 നമ്മൾ ആരും നിന്നിട്ടില്ല. ഞാൻ അവരോട് 9,000 പറഞ്ഞിട്ടുള്ളൂ. ഇനി വേണോ നിങ്ങൾ ചെയ്തോ, നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളെ കമ്പനി, എൻ്റെയും കമ്പനി, ആർക്ക് നന്നാവണം, ആർക്കുണ്ടാക്കണം എന്ന്, നിങ്ങൾക്ക് എന്താവണം എന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കുക, എന്നിട്ട് നിങ്ങൾ ചെയ്തോ എന്ന് ഞാൻ ഓരോരുത്തരും പറഞ്ഞു കൊടുത്തു. അതാണ് ഞാൻ കൊടുത്ത ഉപദേശം. അത് അവർ നന്നായി അംഗീകരിച്ചു. അതുകൊണ്ട് തന്നെ അവരെല്ലാം അതുപോലെ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ ലീഡേഴ്സിനും പറ്റാവുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ചിലപ്പോൾ അടുത്ത വീട്ടിലുള്ള ആളോട് പറയാൻ മടിച്ചിങ്ങനെ ഇരിക്കും. കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും പറയുന്നുണ്ടാവുക, എടാ ഓനെ ഐഡിയ അടിച്ച് അപ്പെക്സിലുണ്ട് കേട്ടോ, ആരോടി, അത് അങ്ങനെയുള്ള മലപ്പുറത്തുള്ള നജാഫിന്റെ കൂടി ഐഡിയ അടിച്ചിരുന്നു. കാരണം ഇപ്പുറത്തുള്ള ജിനു അറിയില്ല അങ്ങനെയുള്ള ആൾ കൊണ്ടുപോയത്. അതുകൊണ്ട് ഒരു വ്യക്തിയോടും പറയാൻ നമ്മൾ പഠിക്കരുത്. പറയാ പോന്നവർ പോയിക്കോട്ടെ, കുഴപ്പമില്ല, നമുക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊന്നുമല്ല. ലോട്ടറി എന്ന സാധനം നമ്മൾ എല്ലാവരും എടുക്കാറില്ലേ? ചില ആൾക്കാർ ഇങ്ങനെ ഒരു ദിവസം 500,000 രൂപേനൊക്കെ ലോട്ടറി എടുക്കുന്ന ആൾക്കാരുണ്ട്. പോട്ടെ, 100 രൂപേന്റെ ലോട്ടറി ഏകദേശം ആൾക്കാർ എടുക്കാറുണ്ട്. ഞാൻ എടുക്കാറില്ല, എടുക്കുന്നത് ഞാൻ എത്രയോ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 9 ദിവസത്തേക്ക് എന്തായി? 9,000 രൂപയില്ലേ? നിങ്ങളൊന്ന് കണക്കൂട്ടി നോക്ക്. ഈ 500 രൂപ 1000 രൂപക്കെല്ലാം എടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ 9,000 രൂപ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടുന്ന പൈസ എത്രയാ? നമ്മളൊന്ന് കാൽക്കുലേഷൻ ചെയ്ത് നോക്ക്. അപ്പൊ ഇത്രയും പൈസ കിട്ടും. 9,000 ഒന്നിച്ച് പറയുമ്പോൾ 9,000 എന്ന് പറയുന്നത് ടോക്കൻ, അവിടെ ആ ടോക്കൻ അല്ലേ? ഇതും നല്ല സംഭവം. ഇത് ശരിക്കും ഞാനും ഇങ്ങനെ തന്നെ ചിന്തിച്ച, എന്നെ നെഗറ്റീവ് ആക്കിയ ഒരുപാട് വ്യക്തികളുണ്ടായിരുന്നു. പക്ഷെ മൈസൂരിൽ നമ്മുടെ പിന്നെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ജീവനുണ്ടായത്, നന്നായിട്ട് എനർജി വന്നത്. ഇപ്പോൾ ഞാൻ ആ ചാർജ് തന്നെയാണ് നിൽക്കുന്നത്. ഇന്നും ഞാൻ ഏകദേശം ഒരു 3.5 ലക്ഷത്തിന്റെ ബിസിനസ് ഇന്നും ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നജാഫ് സാറിന് അറിയാം. അപ്പൊ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബിസിനസ് ഏറ്റെടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കണം എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് തന്നെയായാലും അവിടെ എത്താൻ പറ്റും. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മളെ കൂടെ നിൽക്കുന്ന നമ്മൾ കൊണ്ടുവന്ന ഏത് ലീഡേഴ്സ് ആയാലും ശരി, അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മളാവും പോലെ ചെയ്തു കൊടുക്കുക. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. കാരണം നമ്മളെല്ലാം ഒരമ്മയുടെ മക്കളല്ല, നമ്മളെല്ലാം പല അമ്മമാരുടെ മക്കളാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അത് പരസ്പരം ചർച്ച ചെയ്ത് അവിടെ ഒതുക്കി തീർത്ത് ഒരു പ്രശ്നവും ഇല്ലാണ്ട് നല്ല രീതിയിൽ ഐക്യത്തോടെ മുന്നോട്ട് പോകാൻ വേണ്ടി നമുക്ക് കഴിയണം. പരസ്പരം ഒരു വിദ്വേഷങ്ങളും മനസ്സിൽ വെച്ചിരിക്കാൻ പാടില്ല. എന്റെ അപ്ഗ്രേഡർ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ സാറിന്റെ അടുത്ത് നേരിട്ട് ചോദിക്കും, സാർ ഇന്നേ തെറ്റുണ്ട്, അതിന്റെ കൃത്യമായ കാര്യം എന്താണോ അതെനിക്ക് പറഞ്ഞു തരണമെന്ന് നേരിട്ട് പറയാം. അല്ലാതെ അവരോട് പറഞ്ഞ് ഇവരോട് പറഞ്ഞ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാക്കാതെ നല്ല കൂട്ടായ്മയോടെ, ഇത് സത്യത്തിലൂടെ പോകേണ്ട കാര്യമാണ്. എനിക്ക് മനസ്സിലാക്കിയതാ, സത്യത്തിലൂടെ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് തന്നെയാലും വിജയിക്കാൻ പറ്റും. നമ്മളെ ഒരുപാട് എല്ലാവരും ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. നമ്മൾ ഇതിൽ 1000 പേരുണ്ടെങ്കിൽ എന്താ പറയാ 900 പേരും നമ്മളെ വെറുക്കുന്നവരുണ്ടാവും, 100 പേരുണ്ടാവുമല്ലോ, അത് മതി നമുക്ക്. പക്ഷെ എന്തായാലും നമ്മൾ ചെയ്യുന്ന കാര്യം കൃത്യമായിട്ട് ചെയ്യാം, യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകാതെ നമ്മൾ മുന്നോട്ട് പോകുന്നതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഞാൻ ഇപ്പം നജാഫ് സാർ എന്നെ ഏൽപ്പിച്ച ഒരു കാര്യം എന്ന് പറയാൻ ഒരുപാട് സംസാരിക്കുന്നില്ല, ഏൽപ്പിച്ച കാര്യമാണ് എൻ്റെ എക്സ്പീരിയൻസ് പറയാൻ വേണ്ടി. ഞാൻ പറഞ്ഞ എക്സ്പീരിയൻസ് വെച്ച് പറയാണ്, നമുക്ക് ഏതായാലും നമ്മളെല്ലാവരും ഒരുപാട് മാനസികമായി തകർന്നിരിക്കുന്ന വ്യക്തിത്വങ്ങളാണ് ഇതിലിരിക്കുന്ന പലരും. ഒരുപാട് ആൾ എനിക്ക് അറിയാം ഇതിനകത്ത്. മാനസികമായി എന്ന് പറഞ്ഞാൽ മാനസികമായിട്ട് വളരെ പ്രശ്നത്തിൽ നിൽക്കുന്ന വ്യക്തികളാണ്. എന്തായാലും നമുക്കൊന്ന് ജയിക്കണ്ടേ? ജയിക്കാൻ നിങ്ങൾ കൂടെ ഉണ്ടല്ലോ, നമുക്ക് ജയിക്കാം. നമ്മളെ അബ്ലീഡേഴ്സ് ആയിരിക്കുന്ന നജാഫ് സാറും അതേപോലെ തന്നെ നമ്മുടെ റഷീദ് അലി മാഷ്, അതുപോലുള്ള പിന്നെ ഷഹീർ സാറ്, ഇതുപോലുള്ള വ്യക്തിത്വങ്ങൾ നമ്മളെ മേലെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തിനാ പേടിക്കുന്നത്? ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. നമ്മളെ ബോസ്, അതായത് അഭിജിത്ത് മാണി സാറ് ഇന്നലെ പിന്നെ നമ്മളെ മീറ്റിങ്ങിൽ കയറി. കുറെ ആൾക്കാർ എന്നോട് സംസാരിച്ചു പല രീതിയിൽ. കാരണം ഇയാളെന്താ ഉറക്കപ്പായി നിனைച്ചതാ, ഇയാൾ CEO അല്ലേ, ഇയാളെന്താ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, അതാണ് സിമ്പിള് കേട്ടോ. എന്നാലും ഇങ്ങനെയൊന്നല്ലേ, ഇതെന്താ പറയുന്നത്, ഇക്കമ്പനി പോയിട്ട് നമ്മൾ പൈസ ഉണ്ടാക്കുവാൻ നടക്കൂല. എന്നോട് പറഞ്ഞാ ഞാൻ ഇത്രയും പൈസ മേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാ എന്നോടാ പറയുന്നേ. ഏത് അയാളെ മുടിയോ അയാളെ തലയോ എന്നല്ല അടുത്ത പ്രശ്നം. അയാൾ എന്ന് പറയുന്നൊരു വ്യക്തിക്ക് ഒരുപാട് ക്വാളിറ്റി ഉണ്ട്. അത് അയാളെ കീഴിലാണല്ലോ നമ്മളെല്ലാം നിൽക്കുന്നത്. ഇത്രയും ജനങ്ങളാണ് നിർത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അയാൾ ഏതായിരിക്കും അത് മനസ്സിലാക്കാം. അപ്പൊ അവിടെ ഒരു വ്യക്തിയുടെ പിന്നെ മറ്റു കാര്യങ്ങളിലും നല്ല നമ്മൾ നോക്കേണ്ടത്, അയാൾക്ക് അത്രയും പിന്നെ ക്വാളിറ്റി ഉണ്ട്. നമ്മൾ നല്ല രീതിയിൽ തന്നെ അയാൾ എന്താണോ പറയുന്നത്, അതായത് സാർ എന്താണോ പറയുന്നത് അത് താഴെയുള്ള ലീഡർമാർ പാലിക്കുക. അത് മാത്രം മറ്റു ലീഡേഴ്സിന് പറഞ്ഞു കൊടുക്കുക. സ്വന്തം ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. കാരണം കമ്പനി പറയാത്ത ചില കാര്യങ്ങൾ നമ്മൾ സ്വയം ക്രിയേറ്റ് ചെയ്തിട്ട് പ്രശ്നങ്ങളില്ലാതിരിക്കുക. ഇത് പലപ്പോഴും പല കമ്പനികളിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വയം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ എന്തൊക്കെയോ സൃഷ്ടിക്കുക. പക്ഷെ അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടാവില്ല. ഇത് കുറെ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുക ഇതിങ്ങനെയൊന്നും ഇല്ല എന്നുള്ളത്.
അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല. മിഞ്ഞാന്ന് നമ്മുടെ ഗ്രേറ്റ് ലീഡർ ബൈജു സാർ ഇവിടുന്ന് സംസാരിച്ചത്, കാരണം കമ്പനി എന്താണോ പറയുന്നത് അത് മാത്രം ചെയ്യാനുള്ള ഒരു പ്രവണത നമ്മൾ എല്ലാവരും ഉണ്ടാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പൊ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. എല്ലാവരും നല്ല സ്നേഹത്തോടെ, നമ്മുടെ ഉദ്ദേശം പണം ഉണ്ടാക്കലാണ്, നമ്മുടെ കുടുംബത്തിനെ വിജയിപ്പിക്കലാണ്. അത് ഞാൻ പറയുന്ന എല്ലാവരും കേൾക്കുന്നുണ്ടല്ലേ? ക്ലിയർ ആണ്, ക്ലിയർ ആണ്. നമ്മളെ ഉദ്ദേശം പണം ഉണ്ടാക്കാനുള്ള ഉദ്ദേശമാണ്. അതുകൊണ്ട് നമുക്കെല്ലാം റിച്ച് ആവണം എന്നുള്ള ഉദ്ദേശമാണ്. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഈ പ്രശ്നങ്ങളെല്ലാം തീർക്കണം. അതിന് നമ്മൾ ഇറങ്ങിയത് എന്തിനാണെന്നുള്ള ബോധത്തോടെ കാലത്ത് എഴുന്നേൽക്കുമ്പോൾ എന്താ ഞാൻ ചെയ്യേണ്ടത്, ഒരു പേപ്പർ എടുക്കുക, ഒരു 10 പേരുടെ പേരെഴുതുക, എന്നിട്ട് നോക്കുക. ഇതിൽ 10 പേരെ വിളിച്ചാൽ ചിലപ്പം 2 പേരെ ചിലപ്പോൾ അന്ന് ഈ ഫോൺ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും, ബാക്കി 8 പേര് ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, ആ 2 പേരോട് സംസാരിക്കുക, ശേഷം ഒരു ഉച്ച സമയത്ത് വീണ്ടും വിളിക്കുക. അല്ല, അടുത്ത ആൾക്കാരെ നമുക്ക് 8 പേരുണ്ടല്ലോ, അതിൽ വിളിക്കുക കുറച്ച് ആൾക്കാരെ. ഇതിൽ ഈ 8-10 പേരെ നമ്മൾ പേരെഴുതിയതിൽ എന്ത് തന്നെയാലും ഒരു 4 പേര് നമുക്ക് അന്ന് റെഡിയാവും. ഇതാണ് എൻ്റെ പോളിസിയെ. നിങ്ങളും അതുപോലെ ചെയ്തു നോക്ക്. തീർച്ചയായും ഇത് നല്ലൊരു, ഞാൻ പറയുന്ന ഈ കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ പറ്റും. എന്നിട്ട് എന്ത് ചെയ്യണം, അടുത്ത ദിവസം അതേ ബുക്കിന്റെ മറ്റൊരു പേജിൽ 10 പേരുടെ പേര് വീണ്ടും എഴുതണം. പിന്നെ ഇങ്ങനെ എഴുതി നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കണം. എന്നിട്ട് ഇതുവരെയൊന്നും ചില ആൾക്കാർ ഭയങ്കര നെഗറ്റീവ് പറയും, ഇനി ഒന്നും കൊണ്ട് കളിച്ചങ്ങനെയല്ലേ, ഇങ്ങനെയൊക്കെ പറയും. പക്ഷെ അവർക്കറിയില്ല സത്യാവസ്ഥ എന്താണെന്ന് അവർക്കറിയില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളേതായാലും ഇതിനായി ഇറങ്ങിയവരാ, നമുക്കിനി വേറൊന്നും നടക്കൂല. കൂലിപ്പണി എടുത്തിട്ട് നമ്മളെ പ്രശ്നങ്ങൾ തീർക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല. നമുക്ക് നെറ്റ് മാർക്കറ്റ് അല്ലാതെ എത്ര വലിയ, ഇവിടെ എത്ര ശമ്പളം വാങ്ങുന്ന ആളായിരുന്നാലും ശരി, നമുക്ക് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ നെറ്റ് മാർക്കറ്റ് നിർബന്ധമാണ്. അത് ചെയ്ത വൃത്തിയുള്ള ഒരു കമ്പനി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് തന്നെയായാലും രക്ഷപ്പെടാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഞാൻ അനുഭവിക്കുന്ന ആ ഒരു സുഖം ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഒരു വർഷക്കാലമായിട്ട് മാനസികമായിട്ട് വളരെ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ശരിക്കും ഇപ്പൊ 3-4 ദിവസമായിട്ട് ഒരുപാട് എന്താ പറയാ ഹാപ്പിനെസ്സിലാണ് ഞാനുള്ളത്. അത് നിങ്ങൾക്കും ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ഓക്കെ, ബൈ. താങ്ക് യു സോ മച്ച്. നല്ല പ്രചോദനമുള്ള വാക്കുകൾ അല്ലേ, വളരെ ഇൻസ്പയർ ആകുന്ന വാക്കുകൾ, അതും റിയൽ ആയിട്ട് അനുഭവങ്ങളാണ് മാത്രം പറഞ്ഞത്. ആ അനുഭവം കേട്ടാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളൊരു പവർഫുൾ ആയിട്ട് മാറും. അതാണ് ജിനു സാറ്, നമ്മളൊരു പവർഫുള്ളായി മാറി. നമ്മൾ കേൾക്കുന്നവർക്ക് മനസ്സിലായി അദ്ദേഹത്തിന്റെ റിയാലിറ്റി. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് ആ ഒരു തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട് വരെയുള്ള യാത്ര എന്ന് പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞില്ലേ 6 മാസം മറ്റുള്ളവർ ഫോളോ അപ്പ് ചെയ്തിട്ടും 1.5 വർഷം വേറൊരാൾ ഫോളോ അപ്പ് ചെയ്തിട്ടും വരാതെ ജിനു സാറിനെ തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട് എത്തുമ്പത്തിന് എന്റെ പോക്കറ്റിലേക്ക് ഞാൻ എടുത്തിട്ടത്. എന്താണ് അതിന്റെ പവർ എന്ന് എനിക്കറിയില്ല ജിനു സാർ. താങ്ക് യു സോ മച്ച്. അപ്പോ അത് ഏറ്റവും നല്ല പ്രചോദനമുള്ള വാക്കുകളാണ് നമ്മുടെ ജിനു സാറ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറച്ച് പേരുടെ റിക്വസ്റ്റ് പ്രകാരം നമ്മുടെ പ്ലാനിന്റെ ചെറിയൊരു രൂപം, നമ്മുടെ ഇന്ന് പ്ലാനും കാര്യങ്ങളൊന്നും അവതരിപ്പിച്ചിട്ടില്ല. കാരണം നമ്മളിവിടെ ഒരു ഇൻസ്പയർ ടോക്ക് അല്ലെങ്കിൽ ഒരു നമ്മുടെ റവല്യൂഷനുമായിട്ടുള്ള സംബന്ധിച്ച ടോക്കാണ് ഇരുന്നത്. അപ്പൊ നമ്മുടെ പ്ലാന് എങ്ങനെയാണ് എന്നുള്ളത് ചെറിയൊരു 10 മിനിറ്റ് കൊണ്ട് ഞാൻ അവതരിപ്പിച്ചിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. തീർച്ചയായിട്ടും നമുക്കൊരു പ്ലാൻ എന്താണ് അപെക്സ് ടോക്കൺ. അപെക്സ് ടോക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടി നെറ്റ്വർക്ക് യൂട്ടിലിറ്റി ടോക്കൺ ആണ്. നിങ്ങൾക്ക് ഏവർക്കും അറിയുന്നത് തന്നെയാണ്. ഇവിടെ എല്ലാവർക്കും അറിയുന്ന, ഇതിപ്പം 100 പേരുണ്ടെങ്കിൽ അതിലൊരു 90-95 പേർക്കും അറിയുന്ന ഒരു പ്രൊജക്റ്റ് ആയിരിക്കാം. എല്ലാവരും എന്നും നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന, നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നവരായതുകൊണ്ട്. അപ്പോൾ മൾട്ടി നെറ്റ്വർക്ക് യൂട്ടിലിറ്റി ടോക്കൺ ആണ്. 3 ബ്ലോക്ക് ചെയിനിലൂടെ പബ്ലിക്കിലേക്ക് എത്തുന്ന ടോക്കൺ ആണ്. BP20, ERC20, TRC20, ERC20. ഓക്കെ, ഇവിടെ നമ്മുടെ അവൈലബിലിറ്റി എന്ന് പറയുന്നത് 15 കോടിയാണ്. 15 കോടി ടോക്കൺ ആണ് നമുക്ക് അവൈലബിൾ ഉള്ളത്. അതായത് 3 കോടി BP20യിലും 9 TRC20യിലും 3 ERC-യിലുമാണ് ടോട്ടൽ അവൈലബിലിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ പ്രോജക്റ്റുകൾ എന്തൊക്കെയാണ്? നമ്മുടെ പ്രോജക്റ്റുകൾ ഒന്ന് ഈ നമ്മുടെ phase 1 phase 2 ആൻഡ് phase 3 വരാൻ പോകുന്നു. ഇന്നലെ CEO പറഞ്ഞിട്ടുണ്ടായിരിക്കും, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ഈ phase 1 ഏതൊരാൾക്കും ഒരു ഇൻവെസ്റ്റർ ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. ഏതൊരു വ്യക്തിക്കും ഏതൊരു വയസ്സോ അല്ലെങ്കിൽ നിറമോ ലിംഗഭേദമന്യേ ഒന്നും പ്രശ്നമില്ലാതെ ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും നിങ്ങൾക്ക് ഈ ബിസിനസിന്റെ പാർട്ട്ണർ ആവാൻ പറ്റും. അതാണ് ഇതിൽ ഇൻവെസ്റ്റർ ആവാൻ പറ്റും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങളടുത്ത് ഒരു 50 USDT മാത്രം മതി. വെറും 50 USDT. നമ്മുടെ നാസർ സാർ പറയുന്ന പോലെ 50 USDT നിങ്ങൾ വിചാരിക്കേണ്ട. ഈ 50 USDT വെറും 4500 രൂപ എന്ന് പറയുന്നത് ഇന്ന് നിങ്ങൾ കാണുന്ന ചെറിയ എമൗണ്ട് ആണെങ്കിൽ പോലും, വലിയ എമൗണ്ട് ആയിരിക്കാം,
ചെറിയ എമൗണ്ട് ആണെങ്കിൽ പോലും ആ എമൗണ്ട് നിങ്ങളെ ജീവിതം മാറ്റിമറിക്കാനുള്ള ഒരു ഹ്യൂജ് എമൗണ്ട് ആണ്. ഇപ്പൊ നിങ്ങൾ കൂടുതൽ പേര് ഒരു നെറ്റ്വർക്കറായിട്ട് പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ എമൗണ്ട് ഒന്നും പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. വെറും 50 USDT പ്രൊമോട്ട് ചെയ്താൽ മതി. നാസർ സാറിന്റെ വാക്ക് ഞാൻ കടമെടുത്ത് പറയാണ്. നിങ്ങൾ 90 ദിവസം കൊണ്ട് സീലിംഗ് ആവുന്ന പറയുന്നത്. 90 ഡേയ്സ് മിഷൻ. എല്ലാവരും ഇതേ പ്രോസസ്സിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ന വ്യക്തി 90ാമത്തെ ദിവസം കഴിയുമ്പോൾ ഡെയിലി 1000 USDT, അതായത് 90,000 വാങ്ങുന്ന വ്യക്തി ദിവസം 90,000 വാങ്ങാൻ കഴിയുന്ന വ്യക്തിയിലേക്ക് ഉയർത്തെഴുന്നേറ്റ് വരും. അതാണ് ഈ പവർഫുൾ ആയിട്ടുള്ള നെറ്റ്വർക്കും നമ്മുടെ ബിസിനസ് രീതി. ഓക്കെ, ഇവിടെ ഒരു ഇൻവെസ്റ്റർ ആയിട്ട് നമുക്ക് ഈ ബിസിനസ്സിലേക്ക് കടന്നു വരാം. എങ്ങനെ? നിങ്ങളൊരു 50 USDT ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു 500 ടോക്കൺ കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു. ആ വാങ്ങിയ ടോക്കണിന്റെ നിങ്ങൾ 225 ദിവസം 2 to 5 ഡേയ്സിലേക്ക് നിങ്ങൾ സ്റ്റേക്കിങ്ങിന് കൊടുക്കുന്നു. നിങ്ങൾക്ക് ആ 225 ദിവസം വരെ നിങ്ങൾക്ക് 1% നിങ്ങൾ എത്രയാണോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിന്റെ 1% നിങ്ങൾക്ക് സ്റ്റേക്കിംഗ് റിവാർഡായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അത് 100 ആണെങ്കിൽ $1, 1000 ആണെങ്കിൽ $10, ഇനി നിങ്ങൾ 2000 ആണെങ്കിൽ $20, ഇനി 25,000 ആണെങ്കിൽ $25, ഇനി 5000 ആണെങ്കിൽ $50, 10,000 ആണെങ്കിൽ $100, എല്ലാം നിങ്ങൾക്ക് 1% രീതിയിൽ 225 ഡേയ്സിൽ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അത് നിങ്ങൾക്ക് മിനിമം $10 ആയാൽ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം. USDT ആയിട്ട് വിഡ്രോ ചെയ്യാം, INR ആയിട്ടും വിഡ്രോ ചെയ്യാം. അത് നിങ്ങളുടെ ചോയ്സ്. അത് നിങ്ങൾക്ക് USDT ആയിട്ട് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ്ലി നിങ്ങളുടെ USDT ആയിട്ട് നിങ്ങളുടെ ഏത് വാലറ്റ് ആണോ നിങ്ങൾ ഉപയോഗിക്കുന്ന, ട്രസ്റ്റ് വാലറ്റ് ആണെങ്കിൽ ട്രസ്റ്റ് വാലറ്റ് ക്രെഡിറ്റ് ആവും, ബിനാൻസ് ആണെങ്കിൽ ബിനാൻസിൽ ക്രെഡിറ്റ് ആവും, മെറ്റാമാസ്ക് ആണെങ്കിൽ മെറ്റാമാസ്കിൽ ക്രെഡിറ്റ് ആവും. അത് നിങ്ങൾ ചൂസ് ചെയ്യുന്ന നിങ്ങൾ കൊടുക്കുന്ന വാലറ്റിന്റെ അഡ്രസ് പോലെ ഇരിക്കും. ഓക്കെ, ഇനി നിങ്ങൾ വിഡ്രോ ചെയ്യുന്നത് നിങ്ങളുടെ ലോക്കൽ ബാങ്കിലേക്കാണെങ്കിൽ 24 മണിക്കൂർ മുതൽ 72 മണിക്കൂർ വരെ സമയം പറയുന്നുണ്ട്. അത് 24 മണിക്കൂറുകളിൽ ക്രെഡിറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും എക്സ്പീരിയൻസിൽ അതറിയാം. USDT മുതൽ 25,000 USDT വരെ നിങ്ങൾക്ക് ഒരു ഐഡിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ഇൻവെസ്റ്റർ ആയിട്ട് ഇരിക്കാൻ പറ്റും. ഒരു ഇൻവെസ്റ്റർ ആയിട്ട് ഇവിടെ ഇൻവെസ്റ്റർ ആകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു 1000 ടോക്കൺ, TRC20 1000 ടോക്കൺ നിങ്ങൾക്ക് ലഭിക്കുന്നത് 9 രൂപയിലാണ്, 10 സെന്റ് വിലയിലാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അത് ഇപ്പോൾ ലൈവ് ആയിട്ടുള്ളത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രൈസ് ആയിട്ടുള്ള 40 സെന്റ് അല്ലെങ്കിൽ 35 സെന്റിലാണ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ വാങ്ങിയെടുത്തിട്ടുള്ള നിങ്ങൾ 1000 ടോക്കൺ, ഉദാഹരണത്തിന് നിങ്ങൾ ഒരു 1000 USDT ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഈ ബിസിനസ്സിലേക്ക് അസോസിയേറ്റ് ചെയ്തു, നിങ്ങൾക്ക് കിട്ടുന്നത് 10,000 ടോക്കൺ ആണ്. ഈ 10,000 ടോക്കണിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ നിലവിലുള്ള മാർക്കറ്റിംഗ് തന്നെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി എത്രയായി? ഏകദേശം ഒരു 22 സെന്റ്, 35-40 സെന്റ്, ഒരു 50 സെന്റ് ലെവലിലേക്ക് 40 സെന്റ് ആണെങ്കിൽ തന്നെ നമ്മൾ വാങ്ങുന്ന ടോക്കൺ 40 രൂപ രീതിയിലാണെങ്കിൽ തന്നെ നമ്മൾ വാങ്ങുന്ന ടോക്കണിന്റെ പ്രൈസിൽ 3 ഇരട്ടിയാണ് നമുക്ക് പ്രോഫിറ്റ് വരുന്നത്. 3 ഇരട്ടി നിലവിലുള്ള ട്രേഡിംഗ് പ്രൈസ് നിലവിലുള്ളത്. അതല്ല, നിങ്ങൾ അതിൽ കൂടുതൽ 225 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ കമ്പനി പ്രതീക്ഷിക്കുന്നത് $5 മുതൽ $12 വരെയാണ്. ബിനാൻസ് എന്ന എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ആകുന്ന ആ സമയമാകുമ്പോഴേക്ക് കമ്പനിയുടെ പ്രൈസ് വരുന്നത് ഏകദേശം $5 മുതൽ $12 വരെയാണ്. ഇനി $12 അല്ലെങ്കിൽ $5 ആവട്ടെ, നമുക്ക് $1 കൺവേർട്ട് ചെയ്താൽ തന്നെ നമുക്ക് മാക്സിമം വലിയൊരു ഹ്യൂജ് അസറ്റിലേക്ക് നമ്മൾ വാങ്ങുന്ന ടോക്കൺ കിട്ടും. അതുകൂടാതെ 225 ദിവസം വരെ നമുക്ക് ഇവിടെ ROI കമ്പനി തരുന്നുണ്ട്. ഈ ROI തരുന്നത് എന്തിനാണ്, എങ്ങനെയാണെന്ന് നിങ്ങൾ ചോദിക്കും. നമുക്ക് എങ്ങനെ ROI കിട്ടുന്നുണ്ട്? വളരെ എഫിഷ്യൻസ് ആയിട്ടുള്ള അല്ല എക്സ്പീരിയൻസ് ആയ ട്രേഡേഴ്സിനെ ഉപയോഗിച്ച് കമ്പനി ഫോറക്സിൽ അല്ലെങ്കിൽ ഫോറക്സ്, ക്രിപ്റ്റോ കറൻസി ആൻഡ് ഗോൾഡ് ഇതിലെല്ലാം ട്രേഡ് ചെയ്തിട്ട് കിട്ടുന്ന ആ പ്രോഫിറ്റ് ആണ് നമുക്ക് ഡിവൈഡ് ചെയ്ത് 1 മുതൽ 2% വരെ കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നമ്മുടെ കമ്മ്യൂണിറ്റിനെ നിലനിർത്താൻ നമുക്ക് കമ്മ്യൂണിറ്റി ആവശ്യമുണ്ട്. നമ്മുടെ സക്സസ് ആക്കാൻ, നമ്മുടെ കമ്പനിയുടെ ടോക്കൺ സക്സസ് ആക്കാൻ നമുക്ക് കമ്മ്യൂണിറ്റി നിർബന്ധമാണ്. ഏതൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എത്തിക്കഴിഞ്ഞാലും ഏത് പ്രൊഡക്റ്റിനെയും നമുക്ക് സക്സസ് ആക്കണമെങ്കിൽ ഏതൊരു പ്രൊഡക്റ്റ് ആണെങ്കിൽ പോലും, ഞാനൊരു പ്രൊഡക്റ്റ് നിർമ്മിച്ചാലും ശരി, ഷെയ്സാർ ഒരു പ്രൊഡക്റ്റ് നിർമ്മിച്ചാലും ശരി, ആ പ്രൊഡക്റ്റിനെ മാർക്കറ്റിലേക്ക്
എത്തിച്ച് അതിനെ സക്സസ് ആക്കണമെങ്കിൽ ഈ കസ്റ്റമർ കമ്മ്യൂണിറ്റി എന്ന ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അത് പല മേഖലകളിലൂടെ കമ്മ്യൂണിറ്റി അഡ്വർടൈസിലൂടെ ചെയ്യാം, അല്ലേ? പരസ്യത്തിലൂടെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം, ഒരു 10 പൈസന്റെ മുട്ടായിക്ക് പോലും കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നുണ്ട്, സെലിബ്രിറ്റികളെ ഉപയോഗിച്ച് ചെലവഴിച്ചിട്ടാണ് അവരവരുടെ കമ്മ്യൂണിറ്റിനെ അല്ലെങ്കിൽ കസ്റ്റമർ കമ്മ്യൂണിറ്റിനെ ഡെവലപ്പ് ചെയ്യുന്നത്. എന്തിനാണ്? അവരുടെ പ്രൊഡക്റ്റ് സെല് ചെയ്യാൻ, അവരുടെ പ്രൊഡക്റ്റ് മറ്റുള്ളവരിലേക്ക് എത്തിച്ച് അവരുടെ പ്രൊഡക്റ്റിനെ എന്തിന് പോപ്പുലർ ആക്കാൻ. അത്രയും കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അഡ്വർടൈസിങ്ങിലൂടെ. എന്തിനാണ്? അവരുടെ ബിസിനസ് സക്സസ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെയാണ് എല്ലാ മേഖലകളിലും ഒരു ബിസിനസ്സിനെ സക്സസ് ആക്കാൻ അതിൻ്റെതായ ക്രൈറ്റീരിയ അല്ലെങ്കിൽ അതിൻ്റെതായ സ്ട്രാറ്റജി ഉണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ അങ്ങനെ ഒരു സ്ട്രാറ്റജി ക്രീപ്പ് ചെയ്യാതെ നമുക്ക് കമ്മ്യൂണിറ്റിനെ ഡെവലപ്പ് ചെയ്യാണ് കമ്പനി. ഈ കമ്മ്യൂണിറ്റിക്ക് എന്തിന് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഈ കാലഘട്ടത്ത് ഏതൊരു കമ്മ്യൂണിറ്റിയും നിലനിൽക്കണമെങ്കിൽ അവർക്ക് തക്കതായ പ്രതിഫലം കിട്ടണം. നമ്മൾക്ക് എല്ലാവർക്കും, ഞാനാവട്ടെ നിങ്ങളാവട്ടെ, എല്ലാവരും ഒരു പ്രതിഫലം കിട്ടുമ്പോഴേ ഒരു മാർക്കറ്റിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ നമ്മളെപ്പോഴും സ്റ്റെബിലിറ്റി ആയിട്ട് തുടരുള്ളൂ. നമുക്ക് തുടരണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മളൊരു ഷോപ്പിൽ ഇൻവെസ്റ്റ് ചെയ്താലോ അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്താലോ അതിന് കറക്റ്റ് പ്രോപ്പറായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഈ ഇൻവെസ്റ്റിന്റെ പ്രോഫിറ്റ് കിട്ടിക്കൊണ്ടിരിക്കണം. ഇല്ലേ, നമുക്ക് പ്രോഫിറ്റ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ വിഡ്രോവലിന് അവരോട് പറയും, നമ്മുടെ ഫണ്ട് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് പറ്റില്ല, നമുക്ക് ഈ പ്രോഫിറ്റ്. അപ്പൊ ഇവിടെ കറക്റ്റ് പ്രോപ്പറായിട്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ROI സിസ്റ്റം കമ്പനി കറക്റ്റായിട്ട് കൊടുക്കുന്നത്. ആ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യും, ഇവരെല്ലാം ഹാപ്പിയാണ്. ഹാപ്പി ആകുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി പ്രൊമോട്ടേഴ്സിന്റെ ഒരു ഇൻവെസ്റ്റേഴ്സായി വന്നവൻ ഒരിക്കലും ഈ ഡെവലപ്പ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ ഈ ഡെവലപ്പ് ചെയ്ത് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, കമ്പനിയുടെ ക്രിപ്റ്റോ കറൻസി ബൈയിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബൈയിങ് സ്റ്റേക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്നുകൊണ്ടിരിക്കുമ്പം കമ്പനി നിർമ്മിച്ചിട്ടുള്ള കോയിൻ എല്ലാ മേഖലകളിലും എല്ലാവരും ബൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ബൈ ചെയ്യുന്നതിന് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് കമ്പനി ROI കൊടുക്കുന്നുണ്ട്. അപ്പൊ അവര് ഹാപ്പിയാണ്. ആ ഹാപ്പിയിലൂടെ വീണ്ടും കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നു. സ്വാഭാവികമായിട്ട് ഒരു പബ്ലിക് ഇതിനെ കാണുമ്പോൾ ഒരു പോപ്പുലാരിറ്റി ഉള്ള ഒരു ടോക്കണായിട്ട് മാറുകയാണ്, ഒരു ഹോട്ട് കോയിൻ ആയിട്ട് മാറുകയാണ് നമ്മുടെ കോയിൻ. സ്വാഭാവികമായിട്ടും പബ്ലിക്കും ഇത് ഏറ്റെടുക്കുമ്പോൾ കോയിന് ഡിമാൻഡ്, നമ്മുടെ ടോക്കൺ ഡിമാൻഡ് ആവുന്നു. നമ്മുടെ ടോക്കൺ യൂട്ടിലിറ്റി ഈ കമ്മ്യൂണിറ്റി ഇവിടെ ഉള്ളത് കൊണ്ട് ഈ കമ്മ്യൂണിറ്റിക്ക് എപ്പോഴും നമ്മൾ ROI കൊടുക്കുന്നത് കൊണ്ട് തന്നെ അതിനൊരു വിഡ്രോവൽ സിസ്റ്റവും ഉണ്ട്. ആ വിഡ്രോവൽ സിസ്റ്റത്തിന് കമ്പനി വെച്ചിട്ടുള്ള ഒരു ക്രൈറ്റീരിയ ഉണ്ട്. ആ വിഡ്രോവൽ കമ്മ്യൂണിറ്റിക്ക് എന്തുണ്ട് എന്ന് വാങ്ങി നമ്മൾ കീപ്പ് ചെയ്യണം. സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് വാങ്ങുമ്പോൾ ബൾക്കായിട്ട് വാങ്ങുന്നുണ്ട്, ചില്ലറായിട്ട് വാങ്ങുന്നുണ്ട്, ഹോൾസെയിലായിട്ട് വാങ്ങുന്നവരൊക്കെ ഉണ്ട്. അത് വാങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എന്തുന്നത്, ബൈയിങ് നടക്കുന്നുണ്ട്. എവിടെ നോക്കിയാൽ അപെക്സ് ടോക്കൺ ബൈയിങ് ആണുള്ളത്. എവിടെ നോക്കിയാലും ബൈയിങ് സ്റ്റേക്കിംഗ് ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരു വ്യക്തിയും ഇതിനെ ഫോക്കസ് ചെയ്യും. അവിടെയാണ് നമ്മുടെ ടോക്കണിന്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുക. നമ്മൾ ഈ ബിസിനസ്സിന് പറയുമ്പോൾ ഏതൊരു ബിസിനസ്സുകാർക്കും ഏതൊരു ഏതൊരു ഇൻവെസ്റ്റേഴ്സിന്റെ അടുത്ത് പോയി നമ്മൾ ഇരുന്ന് സംസാരിക്കുമ്പോഴും എന്താണ് സാർ ചെയ്യുന്നത്, ക്രിപ്റ്റോ ട്രേഡിംഗ് ആണോ? ക്രിപ്റ്റോ ട്രേഡിംഗ് ആണെങ്കിൽ ഏത് മേഖലയിലാണ്, ഏത് ബ്ലോക്ക് ചെയിനിലാണ്, ഏതിലാണ് എന്നൊക്കെ വളരെ കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുക. പ്രോപ്പറായിട്ട് എല്ലാ കാര്യങ്ങളും അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഞാൻ പറയുന്നത് നിങ്ങൾ അവർക്ക് കറക്റ്റ് എവിഡൻസോട് കൂടി കറക്റ്റ് വ്യക്തമായി പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ പ്ലാൻ കൊടുത്ത 3-ാം ദിവസം അവർ നിങ്ങളെ തിരിച്ചു വിളിക്കും. പ്ലാൻ കൊടുത്ത 3-ാം ദിവസം അവർ നിങ്ങളെ തിരിച്ചു കോണ്ടാക്ട് ചെയ്യും. സാറേ അതൊന്ന് നമുക്ക് ചെയ്യാലോ, സാറേ അതൊന്ന് നമ്മൾ നോക്കിയാലോ. ഈ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ മാത്രം നിങ്ങൾ കൊടുത്താൽ മതി. നിങ്ങൾ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിന്റെയോ ഒന്നിന്റെയും നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു ലൈഫ് ഇൻഷുറൻസിന്റെ ഒരു പ്രൊമോട്ടർ അല്ലെങ്കിൽ ഇൻഷുറൻസ് ഓഫീസർ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പം ജിനുസാറും ഞാനൊക്കെ പ്രവാസിയാണ്. നമ്മൾ പ്രവാസികളൊക്കെ വീട്ടിൽ വെക്കേഷൻ എത്തിക്കഴിഞ്ഞാൽ പണ്ട് കാലങ്ങളിലൊക്കെ ഇൻഷുറൻസിന്റെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഇൻഷുറൻസ് ഓഫീസർ, ഇൻഷുറൻസ് ഏജന്റ് നമ്മുടെ വീട്ടിൽ വരും. എന്നിട്ട് അവർ നമ്മുടെ ഇൻഷുറൻസ് ഇതെടുത്തോളിട്ടോ, ഈ സ്കീം എടുത്തോളിട്ടോ, ആ സ്കീം എടുത്തോളിട്ടോ എന്നൊക്കെ നമ്മൾ പറയും, അല്ലേ? നമ്മൾ ആരെങ്കിലും ചോദിക്കാറുണ്ടോ അങ്ങേർക്ക് നിങ്ങൾക്ക് എന്ത് കമ്മീഷൻ കിട്ടും, നിങ്ങൾക്ക് ഇതിലുള്ള ബെനിഫിറ്റ് എന്താന്ന് ചോദിക്കാറുണ്ടോ? ഒരാൾ പോലും ചോദിക്കാറില്ല. അവരെന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾക്കുള്ള സ്കീമുകളാണ് പറഞ്ഞത്. അതേപോലെ തന്നെയാണ് നമ്മൾ പ്രൊമോട്ടേഴ്സ് ആണെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോ നമ്മുടെ ബന്ധുമിത്രാദികളോ ആരുമാവട്ടെ, അവരോട് നമ്മൾ പറയുന്നത് അവർക്ക് വേണ്ട സ്കീമുകളാണ്, അവർക്ക് വേണ്ട ഇൻവെസ്റ്റിംഗ് രീതികളാണ് നമ്മൾ പറയുന്നത്. നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റുകളെ പറ്റിയോ നമുക്ക് കിട്ടുന്ന ബൈനറികളോ
നമുക്ക് കിട്ടുന്ന അല്ല പിന്നെ റഫറൽ ലിങ്കോ ഒന്നല്ല നിങ്ങൾ പറയേണ്ടത്. നിങ്ങൾക്ക് ഏത് കസ്റ്റമർ ആണോ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്, ഏതൊരു ഇൻവെസ്റ്റർ ആണോ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത്, അവർക്ക് എന്ത് പ്രോഫിറ്റ് ആണ് കിട്ടേണ്ടത് അതാണ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. അതിൽ കൂടെ അതിൽ എൻഡ് പ്ലാന്റെ എൻഡ് വരുമ്പോഴാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇതിൽ ഇൻക്ലൂഡ് ആണ്, ഇതിൽ റഫറൽ കമ്മീഷൻ ഉണ്ട്, ഇതിൽ ബൈനറി കമ്മീഷൻ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവരോട് പറഞ്ഞു കൊടുത്താൽ മതി. അത്രേ ഉള്ളൂ. കാരണം ഇതിൽ ഏറ്റവും കൂടുതൽ ആൾ, ഇപ്പൊ എന്റെ ഫ്രണ്ട് സർക്കിളിൽ കൂടുതൽ ആളുകൾ ചോദിക്കുന്നത്, എനിക്ക് നജാഫ് ഭായി, ഞാൻ എൻ്റെ കയ്യിലുള്ള 1, 2, 3, 5, 10 ലക്ഷം ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാം, എനിക്ക് കിട്ടേണ്ടത് കറക്റ്റ് പ്രോപ്പറായിട്ട് എനിക്ക് പ്രോഫിറ്റ് കിട്ടിയാൽ മതി, അത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഇതിലേക്ക് കൂടുതൽ ഇതിലേക്കോ ഇറങ്ങുന്നില്ല എന്ന് പറയും. പക്ഷെ ഇറങ്ങാത്ത ഈ വ്യക്തിയും എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയും 3-ാമത്തെ മാസം കഴിയുമ്പോൾ അവൻ അറിയാതെ പ്രൊമോട്ട് ചെയ്യും. അവൻ അറിയില്ല, അവൻ പ്രൊമോട്ടർ ആകുന്നത് അവൻ അറിയില്ല. അവൻ തീർച്ചയായിട്ടും അതിലേക്ക് എന്ത് ചെയ്യും, പ്രൊമോട്ടിലേക്ക് പോകും. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ, അപ്പോൾ നമ്മുടെ ബിസിനസിന്റെ പ്ലാന് ചുരുക്കി ഞാൻ പറഞ്ഞതാണ്. നമുക്ക് ഇൻവെസ്റ്ററായിട്ടും പ്രൊമോട്ടറായിട്ടും വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് അപെക്സ് ടോക്കൺ. അപെക്സ് ടോക്കൺ 5ഓളം എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റഡ് ആണ്. നമ്മുടെ ട്രസ്റ്റ് വാലറ്റിൽ ഓൾറെഡി ലിസ്റ്റഡ് ആണ്. ലിസ്റ്റഡ് മീൻസ് എന്ന് പറയുമ്പോൾ ട്രസ്റ്റ് വാലറ്റിൽ ലിസ്റ്റ് ആണെന്ന് ചോദിക്കാം, അത് ഇതല്ലേ നമ്മുടെ വാലറ്റ് അല്ലേ, ട്രസ്റ്റ് വാലറ്റിൽ ഓൾറെഡി ലിസ്റ്റഡ് എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം അതിൽ ആ ചാർട്ടിൽ ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും. ഇനി ഈ മാസം ഇതിൽ എൻഡോടുകൂടി അല്ലെങ്കിൽ അടുത്ത മാസം ഫസ്റ്റോടുകൂടി തന്നെ നമ്മുടെ കുക്കോയിൽ ലിസ്റ്റ് ആവാൻ പോകുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ TRC ERC എല്ലാം ലൈവ് ആയിട്ടുണ്ട്. അപ്പം മറ്റുള്ളവർ ചോദിക്കുന്നു, നിങ്ങൾ TRC ഒക്കെ വെറും ഡിജിറ്റായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, അത് വെറുതെ നിങ്ങളെ പറ്റിക്കുകയാണെന്നൊക്കെ പറഞ്ഞവർക്ക് കമ്പനി മാർച്ചിൽ ലൈവ് ആക്കാൻ വെച്ചിരുന്ന ടോക്കൺ, മാർച്ചോടുകൂടി ലൈവ് ആകുമെന്ന് പറഞ്ഞ ടോക്കൺ ജനുവരിയിൽ തന്നെ നമുക്ക് ലൈവ് ആക്കിയിട്ട് നമ്മളിലേക്ക് എത്തിച്ചു തന്നിരിക്കുകയാണ് നമ്മുടെ ടോക്കൺ, ഇല്ലേ? അതേപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഓരോരുത്തരും സമ്പാദ്യത്തിലേക്ക് ആഴ്ന്നിറങ്ങി പോകാൻ, അല്ലെങ്കിൽ സമ്പാദ്യത്തിലേക്ക് എത്തിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സമ്പാദ്യത്തിലേക്ക് എത്തിക്കാൻ നിങ്ങൾ ദൃഢനിശ്ചയത്തോടു കൂടി നമ്മുടെ ജിനു സാർ പറഞ്ഞ പോലെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രൊമോട്ട് ചെയ്തോളൂ. പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കാൻ കഴിയും. അതിന് ഉത്തമ ഉദാഹരണം ഞാനാണ്. പക്ഷേ ധൈര്യമായിട്ട് പ്രൊമോട്ട് ചെയ്യണം. ഈ പ്രൊജക്റ്റ് വളരെ ജെനുവിനായിട്ട് പോയി കൊടുക്കുക. നമ്മുടെ സിഒനൊക്കെ കണ്ടപ്പം നമ്മുടെ ഓരോരുത്തർക്കും പറഞ്ഞ്, അത് ഒരിക്കലും ഒരു നെറ്റ്വർക്കറായിട്ട് ഒരാൾക്കും പറയാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ഷെയ്ഖ് സാർ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മളൊക്കെ ഒരു പവർഫുൾ ഉള്ള ഒരു ടോപ്പിക് പറയുമ്പം അത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു ലീഡർഷിപ്പ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ലീഡർഷിപ്പോ അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് അവതരിപ്പിക്കാനുള്ള ഒരു അവതരണ ശൈലിയും, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് നമുക്കൊരു തീപ്പൊരിയായിട്ട് അല്ലെങ്കിൽ ഒരു ടോപ്പിക് മറ്റുള്ള മനസ്സിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു രീതി ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ മേഖലയിലേക്ക് പടർന്നു കയറുന്നത്. ഷെയ്ഖ് സാർ ആദ്യം തുടങ്ങിയപ്പോൾ പറഞ്ഞിരുന്നേ. അപ്പോൾ നമ്മുടെ സിഒ സാറെ കണ്ടു കഴിഞ്ഞാൽ ഒരു നിഷ്കളങ്കനായിട്ട്, അദ്ദേഹം ഒരു പ്രൊമോട്ടറല്ല, അദ്ദേഹം ഒരു നെറ്റ്വർക്കർ അല്ല, അദ്ദേഹത്തിന് നെറ്റ്വർക്ക് ബിസിനസ് അറിയില്ല, അദ്ദേഹം ഒരു ട്രഡീഷണൽ ബിസിനസ്സുകാരനാണ്, ട്രേഡറാണ് അദ്ദേഹം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അദ്ദേഹം വളരെ സിമ്പിളായിട്ട്, കൂടുതൽ വാക്കുകളില്ല, പ്രവർത്തനങ്ങൾ മാത്രമേ ഉള്ളൂ. വാക്കുകളിൽ പ്രാതിനിധ്യമില്ല. വാക്കുകൾ കൊണ്ടല്ല അമ്മാനം പാടുന്നത്, അദ്ദേഹം പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. ചിലപ്പോൾ നമ്മളൊക്കെ വാക്കുകൾ കൊണ്ട് അമ്മാനം പാടിയിട്ടായിരിക്കാം നമ്മൾ ഈ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഓരോരുത്തർക്കും ഓരോ ശൈലികളായിരിക്കാം. അദ്ദേഹം ചെയ്യുന്നത് പറഞ്ഞ വാക്കുകൾ കറക്റ്റ്, ഇന്നത് ചെയ്യുമെന്ന് പറഞ്ഞത് ആ കറക്റ്റ് ടൈമിൽ ചെയ്ത് കാണിച്ച് കമ്പനിയെ ഡെവലപ്പ് ചെയ്ത് അതിനെ കമ്പനിയുടെ വളരെ ഉന്നതിയിൽ എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വളരെ ദീർഘിച്ചു പോകുന്നുണ്ട്. ഇന്നത്തെ ടോക്ക് ഒരുപാട് ഇത് വെച്ചുകൊണ്ട് എല്ലാവരും ക്ഷമ ചോദിക്കുകയാണ്. നമ്മൾ ഇനി നാളെ വീണ്ടും ഒരു ടോപ്പിക്കും പ്ലാൻ പ്രസന്റേഷനുമായിട്ട് നമ്മുടെ ഷെയ്ർ സാറോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ വന്ന ജിനു സാറോ ഹൈറു മാഡം ഇവിടെ കാണുന്ന ആരാ സുബൈർ സാറോ ആർക്ക് വേണമെങ്കിലും നമ്മളെല്ലാവരും ഇതിലേക്ക് സ്വാഗതം ചെയ്യാണ്. നിങ്ങളെല്ലാവരും ലീഡേഴ്സിലേക്ക് എത്തണം. എല്ലാവരും ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളുകളാണ്. ഇപ്പൊ ജിനു സാറൊക്കെ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിച്ചില്ലേ നിങ്ങൾ? വളരെയധികം ഇംപ്രസ്, അതിക്ക് എന്താ പറയാ, ഒരു എനർജറ്റിക് ഉള്ള വാക്കുകളാണ് തന്നിട്ടുള്ളത് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസിലൂടെ. അതേപോലെ പലരും ഇവിടെ ഉണ്ട്, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളുകളുണ്ട്. ഈ ആളുകളൊക്കെ മുന്നോട്ട് വന്നിട്ട് ഇതിലേക്ക് എന്താ പറയാ, എടുത്ത് ചാടണം എന്ന് പറയുന്നത്, ഇതിന്റെ ഡെപ്ത് അറിയണം. നമ്മുടെ എന്താ പറയാ, നമ്മുടെ കടലിന്റെ അടിത്തട്ടിലുള്ള പവിഴങ്ങളും മുത്തുകളുടെയും സൗന്ദര്യങ്ങൾ കാണുന്ന പോലെ നമുക്ക് ഇതിലേക്ക് ആഴ്ന്നിറങ്ങാൻ കഴിയണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അതിനുള്ള അവസരമുണ്ട്. നമ്മൾ അവസരം ഒരുക്കുന്നുണ്ട് നമ്മുടെ പ്ലാറ്റ്ഫോമിലൂടെ. ആർക്കും ഇവിടെ വന്നിട്ട് ഇങ്ങനെ പ്ലാൻ പ്രസന്റ് ചെയ്യാം, MC ചെയ്യാം, പിന്നെ നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. പ്രത്യേകിച്ച് അങ്ങനെ ആണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് എൻ്റെ പേഴ്സണൽ വരാം, അല്ലെങ്കിൽ എൻ്റെ ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക്
ഏത് ടീം ആവണമെന്നില്ല, നിങ്ങൾ ഏത് ടീമിൽ വർക്ക് ചെയ്യട്ടെ, അപ്പെക്സ് ഫാമിലി അല്ലേ, നിങ്ങൾ എല്ലാവരും അപ്പെക്സ് ഫാമിലിയാണ്, ഞാനും അപ്പെക്സ് ഫാമിലിയാണ്. നമ്മളെല്ലാവരും ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആൾക്കാരാണ്. എല്ലാവരും ലീഡർഷിപ്പിലേക്ക് ഉയർത്തിക്കൊണ്ടുവരണം. എല്ലാവർക്കും പ്ലാൻ പ്രസ്. ഇന്നിപ്പോൾ ഒരു ചെറിയ ഉദാഹരണം, എന്നോട് ഒരു സുഹൃത്ത് പറഞ്ഞ്, ആ സുഹൃത്തിലുണ്ടോന്ന് അറിയില്ല, ആ സുഹൃത്തിനോട് പറഞ്ഞിരുന്നത്, സാറേ ഞാൻ മൈസൂരിൽ നിന്ന് നിങ്ങളെ നമ്പർ വാങ്ങിയിരുന്നു, ഞാൻ പരിചയപ്പെട്ടിരുന്നു, അപ്പോൾ ഞാൻ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ ഞാൻ ദുബൈയിലേക്ക് പോവാണ്, അപ്പോൾ എനിക്ക് ഇതിനെങ്ങനെ ഒരു പ്രൊമോട്ട് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് അറിയില്ല, സാർ കുറച്ച് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ടോക്കുകൾ തരിക, അല്ലെങ്കിൽ എവിടാണോ ഞാൻ പോയിട്ട് പഠിക്കേണ്ടത്, കുറച്ച് കാര്യങ്ങൾ ഒന്ന് പഠിച്ചെടുക്കാൻ എങ്ങനെയാണ് എന്നുള്ളത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറയാം, ഓക്കെ, നമ്മുടെ സൂമിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്തോളൂ, നമ്മുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തോളൂ. തീർച്ചയായിട്ടും നമ്മുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഞങ്ങൾ പകർന്നു തരാം. ഞങ്ങളെപ്പോലെ തന്നെ നിങ്ങളെയും നമ്മുടെ കൈകളിലേക്ക് ഉയർത്തി നമ്മൾ എങ്ങനെയാണോ പറക്കുന്നത്, നമ്മുടെ കൂട്ടത്തോടു കൂടി നമ്മൾ പറക്കും തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ഇത് ദീർഘിപ്പിച്ച് കൊണ്ടുപോകുന്നില്ല, നമുക്കിവിടെ നമ്മുടെ ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാകട്ടെ. നമ്മളെല്ലാവരും സാമ്പത്തികമായിട്ട് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീർക്കാന് പടച്ച തമ്പുരാൻ നാഥൻ കനിയട്ടെ. അപ്പെക്സ് എന്ന ഈ റവല്യൂഷനിലൂടെ നമ്മളെല്ലാവരും സാമ്പത്തിക വിജയം നേടട്ടെ എന്ന് ആത്മാർത്ഥയോടെ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും സ്നേഹത്തോടെ ഗുഡ് നൈറ്റ്. താങ്ക് യു സോ മച്ച്.